ഏതൊക്കെ ദേശങ്ങൾ വഴങ്ങിയെങ്കിലും വളക്കൂറ് കൊടുക്കാത്തൊരു കരിമ്പാറത്തുരുത്ത് പോലെ നിൽക്കുന്ന കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ എന്ത് വില കൊടുത്തും BJP ഓവർടൈം പണിയെടുക്കുന്ന ഒരു പ്രചാരണ കാലത്താണ് ഉന്തിന്റെ കൂടൊരു തള്ള് എന്ന മട്ടിലൊരു നേതാവിന്റെ മംഗളപത്രം. BJPയുടെ പല സ്ഥാനാർത്ഥികളും മികച്ചവരാണ്, ഏതെങ്കിലും സംഘപരിവാർ നേതാക്കളല്ല. വെളിപാട് EP ജയരാജൻ വകയാണ്. സഹായത്തിന് നന്ദിയുണ്ട് EP, 1000 നന്ദി എന്ന് കൃതാർത്ഥനാവുന്നുണ്ട് K സുരേന്ദ്രൻ. എന്നു മാത്രമല്ല, പോയ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും പിടിച്ച് UDF-നേക്കാൾ പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് BJP ആണെന്നും പോരാട്ടം LDF-ഉം BJP-യും തമ്മിലാണെന്നൊക്കെ ഒരു വാപോയ കോടാലി കണക്കേ ഉണ്ടയില്ല വെടിയാണ്. ഒരുപാട് മുൻപല്ല, ഒരു നെയ്യാറ്റിങ്കര ബൈ ഇലക്ഷൻ കാലത്ത് ഒരു മുഖ്യമന്ത്രി എതിരാളി BJP ആണെന്ന് പറഞ്ഞതിന് ചന്ദ്രഹാസം ഇളക്കി ഉറഞ്ഞുതുള്ളി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇല്ലാത്ത വലിപ്പം കൊടുത്ത് BJP-യെ മുഖ്യശത്രുവാക്കുന്നതെങ്കിൽ ലക്ഷ്യം ധ്രുവീകരണമാണ്, മുസ്ലിം വോട്ട് ധ്രുവീകരണം. ഒരു ദിവസം 24 മണിക്കൂറിൽ 16 വട്ടം മുസ്ലിം ലീഗിന് പരവതാനി വിരിക്കുന്ന CPM അണിക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പൊട്ടിവീണ പോലെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് അതിന്റെ മതേതര നിലപാട് ലീഗിന് കഴിവേറ്റുന്നേ എന്നൊരു കാപട്യ നിലവിളി. അന്ന് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നൊരു പക്കാ വർഗീയ ചാപ്പയിറക്കി സമൂഹത്തെ മലീമസമാക്കിയത് ഏതെങ്കിലും സംഘപരിവാർ നേതാവ്, അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. അന്നും ലക്ഷ്യം ഉളുപ്പില്ലാത്ത ധ്രുവീകരണമാണ്. ഇക്കാലം അത്രയും CPM-ന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി BJP-യുടെ ഇല്ലാത്ത ശക്തിക്ക് ഓശാന പാടുന്ന ജയരാജനോട് പ്രതിപക്ഷം ചോദിക്കുന്നു, ജയരാജ, താങ്കൾ LDF കൺവീനറോ അതോ NDA കേരള മേധാവിയോ എന്ന ചോദ്യം കടുപ്പിച്ച് അന്തർധാര മാത്രമല്ലത് കച്ചവട ബന്ധമാണെന്ന് മുറാഴക്കുന്നിലേക്ക് ചൂണ്ടി കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. ആ കടപ്പാട് കൊണ്ടാണോ തലസ്ഥാനത്തെ BJP സ്ഥാനാർത്ഥി EP-ക്ക് മികച്ചവനായെന്ന് ചോദിക്കലാണ് VD സതീശൻ. ആ റിസോർട്ട് വ്യവഹാരം അങ്ങ് മറന്നുപോകാനുള്ള സമയമായിട്ടില്ല. അവിടെ ഒരു ചെങ്കൊടി നാട്ടി ആഴത്തിൽ വേരോടി ഒരു പാർട്ടിക്കുന്ന് അപ്പാടെ ഇടിച്ചു നിർത്തി കേന്ദ്ര കമ്മിറ്റി അച്ഛൻ സഖാവിന്റെ കരുത്തിൽ പുത്രൻ സഖാവ് വാനം തോണ്ടിയതും മുട്ടാപ്പോക്ക് പറഞ്ഞ് ആന്തൂരെ സാജനെ കഴിവേറ്റിയ ഒരു നഗരസഭാ ജയരാജപുത്രന്റെ ചട്ടലംഘന ഘോഷയാത്രകൾ കുളിപ്പില്ലാ കൊടി പിടിച്ചതും കേരളം മറക്കാറായിട്ടില്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ തമാശ പൊട്ടിക്കുന്നുണ്ട് കൺവീനർ. ആ പവർ ബ്രോക്കർ നന്ദകുമാറിനെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ലെന്നാണ്. പാർട്ടി സെക്രട്ടറി അധികാരമേറ്റ് MP ഗോവിന്ദൻ ആദ്യമായി നയിച്ചൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സമയമില്ലാത്ത EP നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട അണിക്കാൻ ഓടിപ്പടഞ്ഞ് പാഞ്ഞെത്തിയെങ്കിൽ ചങ്കോട് ചങ്കാണ് ബന്ധം. അറിയില്ലെന്നങ്ങ് പറഞ്ഞാൽ അതങ്ങ് വിഴുങ്ങാൻ ജനത്തിന് മറവിരോഗമില്ല, മണ്ടന്മാരുമല്ല കൺവീനറെ. അന്ന് കേരളയിൽ സമരകാലത്ത് പ്രതിഷേധിച്ചവരെ തെക്ക് വടക്ക് വിവരദോഷികളെന്നും ജനത്തെ ആട്ടിയകറ്റി നെടുങ്കോട്ട കെട്ടിയ ഒരു കരിങ്കൊടിക്കാലത്ത് ഭീകരവാദികളാക്കിയ കാലത്ത് കറുത്ത മാസ്ക് വേണമെന്ന് എന്താണിത്ര വാശി എന്നൊക്കെ അധികാരം ദുഷിപ്പിച്ചൊരു നേതാവ് കേരളത്തിന് മുന്നിൽ അന്നേ അനാവൃതമായതാണ്. ആ റിസോർട്ട് വ്യവഹാരം കയ്യോടെ പിടിക്കപ്പെട്ട് ക്യാപ്സ്യൂളൊക്കെ പൊളിഞ്ഞാദായ നികുതി വകുപ്പ് കയറി നിരങ്ങിയപ്പോൾ രക്ഷാകരവുമായി എത്തിയ കരാറിനെ കുറിച്ച് ഇന്നും നിഷേധിക്കുന്നില്ല EP. എങ്കിലത് എത്ര ഉരുണ്ട് കളിച്ചാലും ബന്ധം കച്ചവട ബന്ധമാണ്. പാവം സഖാക്കൾ ചങ്ക് പൊടിഞ്ഞ് ചോര കൊടുത്ത് പാർട്ടിപെടുത്ത മൊറാഴക്കുന്ന് വാഴുന്നുണ്ട്. കാവിക്കൊടി പിടിച്ച സംഘരാഷ്ട്രീയ നേതാവിന്റെ കോർപ്പറേറ്റ് നിരാമയ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അടൂർ K അനിൽകുമാർ, ഷാനിൽ അക്കര, ശ്രീ PR ശിവശങ്കർ എന്നിവർ ചർച്ചയിലേക്ക് വരും മുൻപ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു ഒന്ന് കേൾക്കാം. മുഖ്യമന്ത്രി തന്നെയാണ് LDF കൺവീനറെ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഭയമാണ്. മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നു. നിരവധിയായ കേസുകളിൽ ED അന്വേഷണം, കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് നടക്കുന്നു. BJPയെ പേടിയാണ്. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് BJPയെ പ്രീണിപ്പിക്കാൻ EP ജയരാജനെ കൊണ്ട് വർത്തമാനം, BJP അനുകൂല വർത്തമാനം പറയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. EP ജയരാജൻ അതിൻ്റെ ഒരു ഉപകരണമാണ്. EP ജയരാജനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, EP ജയരാജൻ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള BJP സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ഞങ്ങളോട് പറയാം പൊതുസമൂഹത്തോട്. രണ്ടാമത് പറയുന്നത് BJP നിരവധി സ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്ത് വരുമെന്നാണ്. അതിൻ്റെ അർത്ഥം BJP 2ാം സ്ഥാനത്ത് എവിടെയൊക്കെ കേരളത്തിൽ വരും അവിടെയൊക്കെ 3ാം സ്ഥാനത്ത് ഇടതുപക്ഷം പോകും. ഇടതുപക്ഷത്തിന്റെ കൺവീനർ എന്ന് പറയുകയാണ് ഞങ്ങൾ അത്രയും സ്ഥലത്ത് 3ാം. K അനിൽകുമാർ, ഇവിടെ ഇന്ന് പ്രതിപക്ഷ VD സതീശൻ ഇത് എന്താണ് EP ജയരാജനും ഈ പറഞ്ഞ നിരാമയ റിസോർട്ട് തമ്മിലുള്ള കച്ചവട ബന്ധം എന്നതിലുപരി CPM BJP കച്ചവട ബന്ധം എന്ന ലെവലിലേക്ക് അതിനെ ഉയർത്തുകയാണ്. EP ജയരാജന്റെ ആ വാക്കുകൾ കനത്ത തോതിൽ തിരിച്ചടിക്കുന്നുണ്ടോ ശ്രീ K അനിൽകുമാർ? ഈ നമ്മുടെ നാട്ടിൽ മൂടുകുലുക്ക് പക്ഷി എന്നൊരു പക്ഷിയുണ്ട്. അവരിങ്ങനെ വൈകുന്നേരം ചാനൽ ചർച്ചയിൽ തുടക്കം നേരത്ത് ഇങ്ങനെ ഒരു കഥാപ്രസംഗം നടത്തി വല്ലാണ്ടങ്ങ് കുലുങ്ങിയാൽ നാടങ്ങ് കുലുങ്ങിപ്പോകും
എന്ന് നാട്ടുകാരും ധരിക്കുന്നില്ല. നിങ്ങളങ്ങനെ കുലുക്കാൻ നോക്കിയാൽ അങ്ങനെ കുലുങ്ങില്ല. ഇത് എന്നെ ഈ ചർച്ചയ്ക്ക് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ്. നിങ്ങൾ ഏതാണ്ട് ഒരു റിസോർട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. അല്ല സർ, എനിക്ക് തീരെ മനസ്സിലായില്ല. അല്ല, റിസോർട്ടിനെ കുറിച്ചല്ല ചർച്ച ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇ പി ജയരാജനോട് വിരോധം ഉണ്ടെങ്കിൽ ആ വിരോധം തീർക്കുന്നതിന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ അങ്ങോട്ട്. ഇ പി ജയരാജനോട് വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേറെ വഴി തേടണം. അതിന് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ച് അതിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അന്തസ്സില്ലായ്മയാണ്. ആ അന്തസ്സില്ലായ്മയ്ക്ക് ഞാൻ അധ്യക്ഷത വഹിക്കണം എന്നാണ് പറയുന്നത്. ശ്രീ കെ അനിൽകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ച. ഇന്നത്തെ ഡെവലപ്മെന്റ് എന്താണ്? നിങ്ങൾ ഞാൻ പറയട്ടെ, ഞാനങ്ങോട്ട് പറയട്ടെ. നിങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടല്ലോ. താങ്കൾ അന്തസ്സില്ലായ്മയ്ക്ക് ആരോപിക്കുന്നുണ്ട് പറയുന്നതാണ്. പ്രസംഗം കേട്ടോണ്ട് അങ്ങോട്ട് പറയുന്നത്. താങ്കൾ അടിസ്ഥാനമില്ലാതെ അന്തസ്സില്ലായ്മയും കുറിച്ച് പറഞ്ഞു. പറയട്ടെ. സർ, ഇ പി ജയരാജൻ വ്യക്തിയല്ല, എൽ ഡി എഫിന്റെ കൺവീനറാണ്. നിങ്ങൾ കാണിച്ചത് അന്തസ്സില്ലായ്മ. ഇ പി ജയരാജൻ ഒരു വ്യക്തിയല്ല, എൽ ഡി എഫിന്റെ കൺവീനറാണല്ലേ? ഇ പി ജയരാജന്റെ പേര് റിസോർട്ടില്ല. സർ, ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനറാണ്. ഇ പി ജയരാജൻ ബി ജെ പിയുമായുള്ള കച്ചവട ബന്ധമാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഗുരുതര ആരോപണമാണ് ചോദിച്ചത്. അല്ലാതെ ഏതെങ്കിലും മൂടുകുലുക്കിത്തരം ചോദിച്ചതല്ല അനിൽകുമാർ, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ മൂട് കുലുക്കുന്നതുകൊണ്ട് ഈ നാട് കുലുങ്ങില്ല എന്ന് നിങ്ങൾ ആദ്യമെങ്കിലും മനസ്സിലാക്കണം. ഹാഷ്മി ആദ്യമെങ്കിലും മനസ്സിലാക്കണം. ഇനി സതീശൻ, അദ്ദേഹത്തെ കുറിച്ചാണെങ്കിൽ ഇത് വളരെ ശരിയാണ്. അദ്ദേഹം എന്താ കഴിഞ്ഞ ദിവസം ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നല്ലോ. ലോക്നാഥ് ബെഹ്റയാണ് പിണറായി വിജയന് ഈ നരേന്ദ്രമോദിയായിട്ടുള്ള കച്ചവടത്തിന്റെ ഇടപാടുകാരൻ. അങ്ങനെ കോൺഗ്രസുകാരെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്ന കച്ചവടം നടത്തുന്നത് ലോക്നാഥ് ബെഹ്റയാണെന്ന് ഈ സതീശൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ 8 മണി ചർച്ചയിൽ നിങ്ങളുടെ കഥാപ്രസംഗം കേട്ടില്ലല്ലോ. സതീശന്റെ ഒരു ഓഡിയോ ഇവിടെ കേൾപ്പിച്ചല്ലോ. ആ സതീശന്റെ ഓഡിയോ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തെളിവ് ചോദിച്ചേ. ഹാഷ്മി എന്താ തെളിവ് ചോദിക്കാത്തത്? തെളിവാണ് അദ്ദേഹം പറയുന്നത്. സതീശൻ പറഞ്ഞതെല്ലാം മറുപടി പറയാൻ ആർക്കെങ്കിലും നേരമുണ്ടോ? വെളിവുള്ള ആരെങ്കിലും അതിലിരിക്കുമോ? തെളിവുണ്ട ഹാജരാക്കുക. ഇന്ന് ഹാജരാക്കിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഹാഷ്മി ഇപ്പൊ വിളിക്കുക സതീശനെ. ലോക്നാഥ് ബെഹ്റയാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ ഇടനില നിന്നതെന്നാണ് ആര് പറയുന്നത്? അല്ല, നിങ്ങൾ വിളിക്കുക. നിങ്ങൾ സതീശന്റെ ബൈറ്റ് കാണിച്ചല്ലോ. ആ തെളിവ് ഹാജരാക്കുന്നത് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഹാഷ്മി, കരുണാകരന്റെ മകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് സതീശൻ പറഞ്ഞു. ലോക്നാഥ് ബെഹ്റ അത് നിഷേധിച്ചു. ഇത്ര നിങ്ങൾ കേട്ടതാ. ഞാൻ പറയാ, നിങ്ങൾ എന്ത് ചർച്ച ചെയ്യുക? ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഞാൻ ഹാഷ്മിയെ വെല്ലുവിളിക്കുന്നു. ഒരു സ്വർണ്ണമോതിരം തരാം ഇന്ന്. അല്ല, നമുക്ക് അക്കരോട് ചോദിക്കാം. ഇന്ന് രാത്രി 9 മണിക്ക് തരാം. നമുക്ക് അക്കരോടും ചോദിക്കാം, സതീഷോടും ചോദിക്കാം. തെരഞ്ഞെടുപ്പിലേക്ക് പോവാ. അല്ലല്ല, ഞാൻ വേറൊരാളും ചോദിക്കുന്നില്ല. സതീശൻ, നിങ്ങൾ എന്നെ കേൾപ്പിച്ചത് സതീശന്റെ മൊഴിയാ? അല്ലല്ലല്ല, സതീശന്റെ മൊഴിയാ ഇപ്പൊ കേൾപ്പിച്ചത്. ഈ പറയുന്ന നേരത്തെ സതീഷിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്താണ്, താങ്കൾ കേൾക്കാത്തതാണ്. ഈ പറയുന്ന സതീഷിന്റെ ആരോപണവും ബെഹ്റ ഇടനില നിന്നുവെന്നുള്ളതും ബെഹ്റ ഈ സർക്കാരിന് അത്രമേൽ പ്രിയങ്കരനായത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, താങ്കൾ കേൾക്കാത്തതാണ്. ഈ സർ, ഇന്നത്തെ വിഷയത്തിലേക്ക് വാ. ഇന്ന് വി ഡി സതീശൻ പറയുകയാണ്, ഹാഷ്മിയുടെ കഥാപ്രസംഗത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചോദ്യം, ഞാൻ ഇന്ന് സതീശൻ പറഞ്ഞതിനെ കുറിച്ച് എന്റെ ചോദ്യം, മിസ്റ്റർ ഹാഷ്മി, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ല മലയാളം? ചോദിക്കൂ. നിങ്ങൾക്ക് മനസ്സിലായോ മലയാളം? നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുമോ? വി.ഡി. സതീശൻ പറഞ്ഞു പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് കൂറുമാറ്റിയത് ബെഹ്റയാണെന്ന്. അത് ഹാഷ്മി കേട്ടോ? കേട്ടതാണ്. ഹാഷ്മി കേട്ടോ? ഇടനില നിന്നത് ബെഹ്റയാണ്, തെളിവുണ്ടെന്ന് പറഞ്ഞതാണ്. ഇന്ന് നിങ്ങളൊരു ബൈറ്റ് കാണിച്ചു. അല്ലല്ല കേൾക്കുക. ഇന്ന് ആ സതീശൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ കുന്നുകയറാൻ തുടങ്ങിയല്ലോ. മൊറാഡയിലെ കുന്നുകയറാൻ പോയല്ലോ. നിങ്ങൾ കുന്നുകയറാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ തെളിവ് എനിക്കൊന്ന് കാണിച്ചതാ. എന്തിന്റെ തെളിവാ? ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ ഇത് ഉന്നയിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ ഈ ചർച്ചയിൽ എനിക്കിന്ന് വേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അല്ലല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഹാഷ്മിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ മൊറാഴക്കുന്നിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആദ്യം ഇതിന് തെളിവ് കൊണ്ടുവരും. ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള പോക്കിന് ഇടനില നിന്നത് ലോക്നാഥ് ബെഹ്റയാണെന്ന് പറഞ്ഞത് ഞാനല്ല, 24 അല്ല, പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ബെഹ്റ വിട്. തെളിവ് എന്നോട് ഞാൻ തെളിവ് തരും. അത് പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത്? രാവിലെ തന്നെ
അല്ല അക്കരഞ്ഞാത്താം ശ്രീ അനിൽകുമാർ തെളിവ് എന്നോട് ചോദിച്ചാൽ അല്ല തെളിവ് എന്നോട് ഞാൻ എന്ത് പറയാനാണ്? അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. അതിന്റെ തെളിവ് ബാധ്യത പ്രതിപക്ഷ നേതാവിനാണ് അല്ലേ? മനസ്സിലായല്ലോ. അതിന്റെ തെളിവ് ബാധ്യത പ്രതിപക്ഷ നേതാവിനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോക്നാഥ് ബെഹ്റ ഈ സർക്കാരിന് എക്കാലത്തെയും പ്രിയങ്കരനാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം CAG അഴിമതി ആരോപണം വന്നപ്പോഴൊക്കെ ഈ ബെഹ്റയെ ചേർത്ത് നിർത്തലായിരുന്നു പിണറായി സർക്കാർ. അതിനുശേഷം കേരളം വിട്ടുപോകാതെ ഉന്നത പദവി കൊടുത്ത് കാത്തു സൂക്ഷിച്ചു കേരള സർക്കാർ. അങ്ങനെ പ്രിയങ്കരനായിരുന്നു തെളിവ് എന്റെ പക്കലുണ്ട്. പക്ഷേ ഈ പറയുന്നതിന് തെളിവ് പ്രതിപക്ഷ നേതാവ് തരേണ്ടതാണ്, ഞാൻ തരേണ്ടതാണോ? ഒരു കാര്യം അപ്പൊ ഹാഷ്മി ഒരു കാര്യം വളരെ ശരിയായി പറഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ തെളിവ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുണ്ട്. അപ്പൊ പ്രതിപക്ഷ നേതാവ് വല്ലതും പറയുന്നത് കേട്ടാൽ ഉടനെ ചാടി പുറപ്പെടരുത് കഥാപ്രസംഗം നടത്താൻ. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ട് ഈ കഥാപ്രസംഗത്തിന് ഇറങ്ങി പുറപ്പെട്ട ഹാഷ്മി അവകാശനായില്ലേ? സർ, ഒരു കാര്യത്തിൽ ബോധ്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? നേതാവ് പറഞ്ഞ തെളിവ് കയ്യിലില്ല. സർ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തെളിവ് ഇ പി ജയരാജന്റെ വാക്കുകളാണ്. പറയാൻ സമ്മതിക്ക് മിസ്റ്റർ, നിങ്ങൾ പറയാൻ സമ്മതിക്ക്. പറയൂ. പറയട്ടെ മിസ്റ്റർ, നിങ്ങളൊന്ന് മിസ്റ്റർ പറയൂ. പറയട്ടെ മിസ്റ്റർ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങള് ഈ ബെഹ്റയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് തെളിവില്ല, നിങ്ങൾ തന്നെ സമ്മതിച്ചു. തെളിവില്ലാത്ത വെളിവില്ലാത്തൊരു പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒളിച്ചു പോകുന്നത്. പറയട്ടെ, ഞാൻ എന്നെ വിളിച്ചേ പറയാനല്ലേ, എന്റെ വാദം പറയാനല്ലേ. അങ്ങനെ വെളിവില്ലാത്തൊരു പ്രതിപക്ഷ നേതാവ് ഒരു തെളിവും ഇല്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ കഥാപ്രസംഗമായിട്ട് കാശ്മീർ ഇറങ്ങുമ്പോഴാ പ്രശ്നം. എന്താണ്? ഒരു തെളിവില്ലാതെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിക്കാനുള്ള തന്റെ ഇടമില്ല. കാരണം എന്താണ്? പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിച്ചാൽ കാശ്മീർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ശ്രീകണ്ഠൻ നായർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അതുകൊണ്ട് എന്ത് വേണം? കാശ്മീർ പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിക്കത്തില്ല. എന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവ് അടുത്ത കഥയായിട്ട് വരും. ഉടനെ അടുത്ത കഥയായിട്ട് നിങ്ങൾ പുതിയ കഥ അവതരിപ്പിക്കുകയാണ്. അതിനെന്താണ്? മൊറാഴക്കുന്ന്, പിന്നെ ഒരു സാജന്റെ ആത്മഹത്യ. ഇന്നത്തെ കഥാപ്രസംഗത്തിൽ എന്തെല്ലാമാണ് കാളമൂത്രത്തിൽ ഉണ്ടായിരുന്നത്? അല്പം നാണം വേണം. നിങ്ങൾ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലല്ല രാഷ്ട്രീയം. സർ, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം തന്നെയാണ്. താങ്കൾ മലയാളത്തിൽ വലിയ അവഗാഹമുള്ള ആളാണെങ്കിലും താങ്കൾ 43 പുസ്തകങ്ങൾ എഴുതിയ ആളാണെങ്കിലും ഈ കഥാപ്രസംഗം എന്ന കലാരൂപത്തോട് ഇത്രമേൽ അവഹേളനവും അപഹാസ്യതയും പാടില്ല. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. കഥാപ്രസംഗം ഒരു കലാരൂപമാണ്. കേരളത്തിൽ ഒരുപാട് പേർ അവതരിപ്പിച്ചൊരു കലാരൂപമാണ്. അതുകൊണ്ട് അതിനോട് ഇത്ര പരിഹാസത ഒരു മലയാളത്തിൽ ഇഷ്ടപ്പെടുന്ന താങ്കൾക്ക് വേണ്ട സർ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്താണ്? ഇവിടെ BJP-യും LDF-ഉം തമ്മിലാണ് പോരാട്ടം. അവിടെ തലസ്ഥാനത്തെ BJP സ്ഥാനാർത്ഥിയുടെ മികച്ച സ്ഥാനാർത്ഥിയാണ് ഇ പി ജയരാജൻ പറയുന്നത്. അത് BJP-ക്ക് ചൂട്ടുപിടിക്കലാണ്, ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുക്കലാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. തെളിവെന്താണ്? ഇ പി ജയരാജന്റെ വാക്കുകളാണ് അല്ലേ? ശരി, ഇനി ഉത്തരം പറയട്ടെ. കേൾക്കാമോ? പറയൂ. ഒന്ന്, കഥാപ്രസംഗത്തോട് എനിക്കൊരു തർക്കമില്ല. പക്ഷെ താങ്കൾ 13 തവണയാണ് കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്കൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, സമ്മതിക്കുന്നു. താങ്കൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. താങ്കൾ 13 തവണയാണ് കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്കൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അതിനകത്ത്. നിർത്തണം ഈ പരിപാടി. നിങ്ങൾ നിർത്തണം ഇത്. ദയവായി നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ ഇതല്ല രാഷ്ട്രീയം, ഇങ്ങനല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. ഇത്തരം പരിപാടി നിർത്തണം. അതായത് നമ്മൾ അന്തസ്സായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദ്യോർത്തു, രാഷ്ട്രീയമായി ഉത്തരം പറയാം. പിന്നെ ഒരു ദിവസം രാവിലെ എന്തെങ്കിലും ഉണ്ടായോടെ ഇവിടെ താങ്കൾ എന്നെ ഉപദേശിക്കുന്നത് താങ്കളുടെ LDF കൺവീനറോട് പറ, ഇതല്ല രാഷ്ട്രീയമോ, നിർത്തണമെന്ന്. പറയാം. ഇനി ഞാൻ ഉത്തരം പറയാം. ദയവായി നിങ്ങൾ കേൾക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യം ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേരളത്തിലെ ഒന്നാമത്തെ മുന്നണി LDF ആണ്. ഞങ്ങളുടെ പോയിന്റ് എന്താണ്? കേരള കോൺഗ്രസ് വന്നതോടുകൂടി കേരളത്തിലെ LDF എന്ന് പറഞ്ഞ നമ്പർ 1 മുന്നണിയായി. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം എന്താണ്? ഞങ്ങൾക്കെതിരായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനവിധി ഉണ്ടാക്കാൻ വേണ്ടി BJP-യും കോൺഗ്രസും UDF-ഉം എല്ലാം കൂടി ഒരു തിരക്കഥ ഉണ്ടാക്കി. ആ തിരക്കഥയിൽ അവിടെ നരേന്ദ്രമോദിയുണ്ട്, ഇവിടുന്ന് പോയ പ്രതിപക്ഷ MP-മാരുണ്ട്, ഇവിടുത്തെ സതീശൻ ഉൾപ്പെടെയുള്ള, സുധാകരൻ ഉൾപ്പെടെയുള്ള സംഘമുണ്ട്, സുരേന്ദ്രൻ അടക്കമുള്ള സംഘമുണ്ട്. ഈ എല്ലാ സംഘം കൂടി ഒരുമിച്ച് പക്കമേളം നടത്തിക്കൊണ്ടിരുന്നത് എന്താ? പിണറായി സർക്കാരിനെതിരെയാണ്, പിണറായി വിജയനെതിരെയാണ്. ആ പിണറായി വിജയനെതിരെ കെട്ടുകഥകൾ ചമച്ചു. ആ കെട്ടുകഥകളിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാശ്മീർ പറഞ്ഞൊരു കാര്യമുണ്ട്, മാസപ്പടി.
നിങ്ങൾക്ക് മതിയായില്ലേ? ഇപ്പതാ ഇലക്ട്രൽ ബോണ്ടിന്റെ കഥ ഇങ്ങോട്ട് കേട്ടപ്പോൾ മാസപ്പടിയെ കുറിച്ച് ഇനി പറയാൻ നാണമുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ മാസപ്പടി എന്നൊരു വാക്ക് പറയാൻ? കാരണം എന്താണ്? ഇന്ത്യ രാജ്യത്തെ BJP ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ നടത്തിയ കോർപ്പറേറ്റ് കൊള്ള ഈ നാട്ടുമുഴുവൻ വ്യക്തമായിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? ഈ പറയുന്നവർക്കൊരു നാണം വേണ്ടേ, ഉളുപ്പ് വേണ്ടേ? ഇതെല്ലാം നാട്ടുകാർ മനസ്സിലാക്കുന്നില്ലേ? ഞങ്ങളെ ആക്രമിക്കാൻ ഒരു തിരക്കഥ ഉണ്ടാക്കി. ആ തിരക്കഥയെ ഞങ്ങൾ മറികടന്നു. എന്തിനാ മറികടന്നത്? ഒന്നാമത് മറികടന്നത് കേരളത്തിൽ ഞങ്ങൾ നവകേരള സദസ്സടക്കം നടത്തി യുദ്ധം ചെയ്തു. ഞങ്ങളാണ് കേരളത്തിനകത്ത് പോരാട്ടം നടത്തിയത്, കേരളത്തിന് വേണ്ടി കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയത്, മുഖ്യമന്ത്രി യുദ്ധം ചെയ്തത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDFനെതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയ എല്ലാ കെട്ടുകഥകളും മറികടന്നു. ഞങ്ങൾ മറികടന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന പെൻഷൻ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സപ്ലൈകോയുടെ പ്രശ്നം, ഇതെല്ലാം ഞങ്ങൾ പരിഹരിക്കുന്നു. ജനങ്ങൾക്ക് ഉദാരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. LDF സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനില്ല. പിന്നെ കേന്ദ്ര സർക്കാർ കെട്ടിപ്പടുക്കുന്ന ഇത്തരം കള്ളത്തരങ്ങളുണ്ട്. UDFകാരും മാധ്യമങ്ങളോട് ചമയ്ക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഇതിന്റെ ഇടയ്ക്ക് ഹാഷ്മി വിട്ടുപോയൊരു കാര്യമുണ്ടല്ലോ. ഹാഷ്മി വിട്ടുപോയൊരു കാര്യം, ഹാഷ്മിയുടെ അവതരണത്തിൽ വിട്ടുപോയൊരു കാര്യം അതുകൂടെ ഓർമ്മിപ്പിച്ചേക്കാം. ആ കാനഡയിൽ പിണറായി വിജയന്റെ മകൾക്ക് ഒരു കമ്പനിയുണ്ട്. ഹാഷ്മി അത് വിട്ടുപോയി. അത് ഒഴിവാക്കി തരണ്ട. അത്രേ സൗജന്യം കാണിക്കരുത്. എന്തെല്ലാം കണ്ടതാണ് ഹാഷ്മി ഇത്. ദയവായിട്ട് നിർത്തണം ഇത്. ജനങ്ങൾ സ്വതന്ത്രമായി ഈ 10 കൊല്ലത്തെ മോദിയുടെ ദുർഭരണത്തിനെതിരെ വോട്ട് ചെയ്യട്ടെ. ശരി, ആയിക്കോട്ടെ. ശ്രീ ശ്യാൻലക്കര, ഇവിടെ പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് പറഞ്ഞു. അതിന് തെളിവില്ല. അതിന് അടുത്ത ദിവസം അത് പൊട്ടിപ്പോയതോടുകൂടി അടുത്ത ആരോപണമായിട്ട് ഇറങ്ങുന്നു. അതിനും തെളിവില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് എന്തിന് മറുപടി എന്ന കെ അനിൽകുമാറിന്റെ ആദ്യ ആരോപണത്തിന് മറുപടി ശ്യാൻലക്കര. അല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഉപയോഗിച്ചത്. ആഷ്മിയെക്കുറിച്ചും അതിനേക്കാളൊക്കെ മോശമായ രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചർച്ച തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കാൻ വന്ന ഒരു സഖാവിന്റെ വാക്കുകൾ അതിനേക്കാൾ വിട്ട് ഞാൻ കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ വർഗീയ മൂവ്മെന്റിനെതിരായിട്ടുള്ള വിധേയത്താണ്. അതിനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ആ മുന്നണിക്കകത്ത് ഇവരില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ സമാപനത്തിൽ ഇവർ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. എന്താണ് ഇവർ ലയനം എന്നുള്ളത്. ഇതിനകത്ത് ഫോക്കസ് ശ്രീ EP ജയരാജൻ തന്നെയാണ്. ഇന്നത്തെ ഫോക്കസ് ആര് മാറ്റിയാലും മറച്ചാലും. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ച ചെയ്യാനിരിക്കുന്നത്. പക്ഷേ നമ്മൾക്കിപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ പടർപ്പിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ? ഉണ്ടായ ഡെവലപ്മെന്റ് എന്താണ്? EP ജയരാജന്റെ വാർത്താ സമ്മേളനം, അതിന് VD സതീശന്റെ മറുപടി. അതിന് VD സതീശൻ പറയുന്നു എന്താണ് ഇവിടെയുള്ളത് അന്തർധാര മാത്രമല്ല, അതൊരു ബിസിനസ് ബന്ധത്തിലേക്ക് വളർന്നു എന്ന് പറഞ്ഞ ഗുരുതര ആരോപണമാണ്. പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതിനടിസ്ഥാനം എന്താണ് എന്ന് ചോദ്യം ഉന്നയിക്കണ്ടേ? അത് രാഷ്ട്രീയമല്ലേ അല്ലക്കര? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് EP ജയരാജന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായി EP ജയരാജന് BJPയുമായുള്ള രഹസ്യ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. ഒരു തർക്കവും ഈ കാര്യത്തിലില്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞ പല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതിലേക്ക് കടന്നു വരാം. EP ജയരാജൻ എന്താണ് പറഞ്ഞത്? BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞു. അതിനാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ കടപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരുമായി അദ്ദേഹത്തിന് വ്യക്തിപരമായ കടപ്പാടുണ്ട്. പിന്നെ അദ്ദേഹം ഇന്ന് മറ്റൊരു കാര്യം പറഞ്ഞു. 24 ചാനൽ തനിക്കെതിരായി കഥകൾ പടച്ചുവിടുകയാണ് എന്ന് പറഞ്ഞു. 24 ചാനലിനെതിരായി അദ്ദേഹം DGPക്ക് പരാതി കൊടുത്തു എന്ന് വരെ പറഞ്ഞു. അങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിക്ടിമും ബെനിഫിഷ്യറിയും EP ജയരാജനാണ്. ജയരാജനെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം ജയരാജനെയാണ്. അതുകൊണ്ടാണ് ജയരാജൻ BJPക്ക് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത്. അതിന് ഉപോത്ബലമായിട്ടല്ലേ ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് വടകരയിലെയും തൃശ്ശൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരാജയപ്പെടുത്തും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ 2 കോൺസ്റ്റിറ്റ്യുവൻസികൾ എടുത്തുകൊണ്ട് കൃത്യമായി സുരേന്ദ്രൻ പറയുന്ന വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ, EP ജയരാജൻ പറയുന്ന വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ, ഇന്നത്തെ ജയരാജന്റെ പത്രസമ്മേളനം എടുത്ത് നോക്കുമ്പോൾ എന്താണ്? അദ്ദേഹം ഒന്ന് കൃത്യമായി പറഞ്ഞല്ലോ, 24 ചാനലിലാണ് ഈ ചർച്ചയിൽ നമ്മൾ ഇരിക്കുന്നത്. 24 ചാനൽ ഈ പറഞ്ഞതുപോലെ UDF അനുകൂല ചാനലാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്ന ചാനൽ ഒരു നിഷ്പക്ഷ ചാനലാണ് എന്ന് തന്നെയാണ് എനിക്കറിയാം. ശ്രീകണ്ഠൻ നായരെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞത്. കേരള കോളേജിലെ അധ്യാപകനായ ശ്രീകണ്ഠൻ നായരെ അതിന്റെ വഴിയെ നേരിടാം. എന്താണ് പണം വാങ്ങി വാർത്ത ആരോപണം പറയുന്നത്? അതിൽ നിൽക്കണ്ട. എന്നെ സഹപ്രവർത്തകരൊക്കെ പണം വാങ്ങി വാർത്ത എന്നൊക്കെയാണ്
മൈക്ക് വെച്ചിട്ട് പ്രസംഗിക്കും. പോട്ടെ, നമുക്ക് അതിൽ നിൽക്കണ്ട. അത് വ്യവഹാര വഴി നോക്കാം. അത് ചാനലക്കര അല്ല ഞാൻ ഒറ്റ പോയിന്റ് ചോദിക്കട്ടെ. EP ജയരാജൻ മുൻ പിന്നെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. രാജിവെച്ച് പോയി. പിന്നീട് അദ്ദേഹം വന്നു. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഈ ഗവൺമെന്റിലെ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിപ്പിക്കുന്നുണ്ട്. ശ്രീ തോമസ് ഐസക് ആണെങ്കിലും, സുനിൽ കുമാർ ആണെങ്കിലും, ശൈലജ ടീച്ചർ ആണെങ്കിലും, ഇപ്പോഴത്തെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവർ മത്സരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് EP ജയരാജന് മത്സരിക്കാൻ പറ്റാതെ പോയത്? ആ സാഹചര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ഇന്ന് EP ജയരാജൻ പറഞ്ഞത് എന്താണ്? 24 ചാനലിനെതിരായി ഞാൻ DGPക്ക് പരാതി കൊടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ്. എൻ്റെ കയ്യിൽ ഒരു വിവരാവകാശ രേഖയാണ് ഇരിക്കുന്നത്. ഈ രേഖ ഞാനിപ്പോൾ ആഷ്മിക്ക് ഞാൻ അയച്ചു തരാം. ആഷ്മി അതൊന്ന് വായിക്കണം. ഈ രേഖയ്ക്കകത്ത് കൃത്യമായി ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങളെന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുജനം ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് പബ്ലിക് ഡൊമൈനിൽ ഇരിക്കുന്ന ഒരു രേഖയാണ്. ഈ രേഖയിൽ ഞങ്ങൾ ചോദിച്ചത് EP ജയരാജനും മകൻ ജെയ്സനും ഇതുമായി ബന്ധപ്പെട്ട് 24 ചാനലിനെതിരായി എന്ത് പരാതിയാണ് കൊടുത്തത്, ആ പരാതിയുടെ പകർപ്പ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ വിവരാവകാശ രേഖയാണ്, പൊതുജനം കൊടുത്ത രേഖയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാണ് പരാതി, വിവരാവകാശ പരാതി. ഈ വിവരാവകാശ പരാതിയുടെ മറുപടിയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, DGPയുടെ ഓഫീസിൽ നിന്നും വിവരാവകാശ നിയമം അനുസരിച്ച് ലഭിച്ച വിഷയത്തിൽ പറയുന്നു, ഈ കാര്യത്തിലെ വിഷയങ്ങളിൽ ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്നും അപേക്ഷയിൽ പരാമർശിച്ച വിവരങ്ങൾ സംബന്ധിച്ച പരാതി ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരാവകാശ രേഖയാണിത് പറയുന്നത്. എന്ന് വെച്ചാൽ EP ജയരാജൻ മാറി നുണ പറയുകയാണ്. മാത്രമല്ല ഇത് അദ്ദേഹം ഒരു എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ കയ്യിലുള്ള രേഖയാണ് രേഖ. അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ല. ഞാൻ ചലഞ്ച് ചെയ്യാൻ അങ്ങനെ ഒരു പരാതി EP ജയരാജൻ കൊടുത്തിട്ടില്ല. ഇനി കൊടുത്തു എന്ന് പറഞ്ഞാൽ DGP നൽകിയ ഉത്തരവ് അല്ലെങ്കിൽ മറുപടി അത് കളവാൻ. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഭരണഘടനാ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മറുപടി നൽകിയ DGPയുടെ ഓഫീസിനെയോ അതല്ലെങ്കിൽ EP ജയരാജനെയാണോ വിശ്വസിക്കേണ്ടത്? EP ജയരാജൻ ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ പറയുന്നതൊക്കെ പാവപ്പെട്ട ശ്രീ അനിൽകുമാറിനെ പോലുള്ള സഖാക്കൾ വിശ്വസിക്കുമായിരിക്കും. ഇന്ന് കേരളവും രാജ്യവും സാങ്കേതികമായി ഒരുപാട് മാറി, രാജ്യത്തെ നിയമങ്ങൾ മാറി, എല്ലാ വിഷയങ്ങളും അറിയാനുള്ള അവകാശം രാജ്യത്ത് നിൽക്കുമ്പോൾ താങ്കൾ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുകയാണ്. നമുക്കറിയാലോ, ഈ പറയുന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കളുടെ പേരിലായിരിക്കില്ല ഉടമസ്ഥാവകാശം, മകന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ഒക്കെ ആയിരിക്കാം. പക്ഷെ താങ്കൾ പറഞ്ഞെന്താണ്? തന്റെ ഭാര്യയുടെ പെൻഷൻ വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം ആഷ്മി, എന്റെ ഭാര്യയുടെ സ്വത്ത് എന്ന് പറയുന്നത് അനിലക്കരയുടെ സ്വത്താണ്. ഒരു തർക്കവും സംശയം ഉണ്ടാകുമ്പോൾ പറയുന്ന സാങ്കേതിക മനസ്സിലാവുന്ന കാര്യം EP ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. പക്ഷെ നമ്മുടെ വിഷയം EP അല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വ്യവഹാര വഴിയാണ്. വ്യവഹാര വഴിയിൽ ഈ പറയുന്ന അസത്യ പ്രസ്താവന നടത്തി EPക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് 24 തീരുമാനിക്കുന്നത്. അതിന്റെ വഴിക്ക് പോട്ടെ. എന്റെ പ്രശ്നം അതല്ല, എന്റെ പ്രശ്നം രാഷ്ട്രീയമാണ്. ഇന്ന് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് അന്തർധാര എന്നതിൽ നിന്ന് മാറി കച്ചവടത്തിലേക്ക് പോകുന്നു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് BJPയെ മുൻനിർത്തി മുസ്ലിം വോട്ട് ധ്രുവീകരണം CPM ലക്ഷ്യമിട്ടാൽ അതേ ലക്ഷ്യമല്ല നിങ്ങൾക്കും ഇപ്പുറത്ത്. CPM-ന് BJP ബാന്ധവം എന്ന് പറയുന്നതിലൂടെ വേറെ ടൈപ്പ് ധ്രുവീകരണം നിങ്ങൾ ലക്ഷ്യമിടുകയല്ലേ അക്കര? ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് EP ജയരാജൻ വളരെ കൃത്യമായി ഒരു ഷേഡോ ആയി, ഞാൻ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, EP ജയരാജൻ ഷേഡോ ആയി വരയ്ക്കുന്ന ഒരു BJP-കാരനാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പിന്നെ ഇവർ നടത്തിയ വിഷയങ്ങൾ ഞാൻ പറയാമല്ലോ. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ CBI അന്വേഷണത്തിനായുള്ള പെറ്റീഷൻ അവിടെ നിൽക്കുകയാണ്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ അവിടെ നിൽക്കുകയാണ്. 2023 ആഗസ്റ്റ് മാസം 25-ാം തീയതി AC മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി 43 ലക്ഷം രൂപയുടെ രേഖകളെടുത്തു. താൽക്കാലികമായി മരവിച്ചു. അഡ്വക്കേറ്റ് അതോറിറ്റി അത് സ്ഥിരപ്പെടുത്തി. എന്നിട്ട് പോലും EP ജയരാജനെ നമ്മുടെ AC മൊയ്തീനെ പ്രതിയാക്കിയില്ല. തെളിവുകൾ കിട്ടി, അദ്ദേഹത്തിന്റെ സ്വത്തുകൾ കണ്ടുകെട്ടി, പ്രതിയാക്കിയില്ല. അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവും നഗരസഭാ കൗൺസിലറുമായ അരവിന്ദാക്ഷൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തുണ്ടായി? യാതൊരു നടപടിയും അരവിന്ദാക്ഷനെതിരായി എടുത്തില്ല എന്ന് മാത്രമല്ല, അരവിന്ദാക്ഷൻ ആരോപിച്ച ആളുകൾക്കെതിരെ പോലും എടുത്തില്ല. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM BJP ബാന്ധവം കൃത്യമാണ്. ഞങ്ങൾ പൊതുസംവാദം നടത്തി തെളിയിക്കാൻ ആവശ്യമായ മുഴുവൻ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ പറയട്ടെ, മാസപ്പടി വിവാദം എന്താണ് അതിന്റെ സ്ഥിതി? ഒരു FIR പോലും ഇവർക്കെതിരായി ഇടാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല, സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നു. ഈ അന്വേഷണങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല.
വീണാ വിജയനെതിരായി ഞാൻ BJP-യുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുകയാണ്. വീണാ വിജയനെതിരായി ഘോരഘോരം പ്രസംഗിച്ച കേസിൽ വീണാ വിജയൻ FIR ഇട്ടാൽ ഒരു സ്വർണ്ണ മോതിരം ഞാൻ സമ്മാനമായി നൽകാം. അങ്ങനെ കൃത്യമാണ് BJP CPM കേരളത്തിൽ കൃത്യമാണ്. അൽകുമാറിന്റെ സ്വർണ്ണമോതിരം 2 അക്കയുടെ സ്വർണ്ണം ഞാൻ എത്താം. PR ശിവശങ്കർ ഇവിടെ ഇന്നലെ പത്തനംതിട്ട ഞാൻ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന പരിപാടിയിലും പറയുന്നത് ഇവിടെ 2 അക്കം അല്ലെങ്കിൽ 2 ഡിജിറ്റിൽ ഇവിടെ സീറ്റ് ഉണ്ടാക്കുമെന്നാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ പോലും CPM ആരോപിക്കുന്നു കോൺഗ്രസിന് BJP-യുമായി അവിശുദ്ധ ബന്ധം. കോൺഗ്രസ് ആരോപിക്കുന്നു CPM-ന് BJP-യുമായി അവിശുദ്ധ ബന്ധം. എക്കാലം ഈ അവിശുദ്ധ ബന്ധം ആരോപിക്കപ്പെടാൻ മാത്രം വിധിയുള്ളൊരു പാർട്ടിയായി മാറുന്നതിൽ യഥാർത്ഥത്തിൽ വേദന തോന്നുന്നുണ്ടോ PR ശിവശങ്കർ? എനിക്ക് വേദന തോന്നുന്നത് ഇവിടെയൊക്കെ നടക്കുന്ന ഈ സ്വർണ്ണക്കച്ചവടം GST-യുടെ മുമ്പിൽ ഒന്ന് പെടുത്തിയാൽ എനിക്കെന്തെങ്കിലും പൈസ കിട്ടുമോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് വരായിരുന്നു. കംപ്ലീറ്റ് സ്വർണ്ണക്കച്ചവടമാണ്. അവിടെ ഒരാൾ മോതിരം കൊടുക്കുന്നു, ഇവിടെ എനിക്ക് മോതിരം ഓഫർ ചെയ്യണു. കംപ്ലീറ്റ് സ്വർണ്ണക്കച്ചവടമാണ്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ സങ്കടം, ഞാൻ ഇതിലേക്ക് വരാട്ടോ, ഈ ആദ്യം താങ്കൾ പറഞ്ഞ കഥാപ്രസംഗമാണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ താങ്കളുടെ ചരിത്രം എനിക്കറിയാം, പഴയ ഒരു SFI-കാരനാണ്. അതുകൊണ്ട് തന്നെ മൊറാഴക്കുന്നിൽ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി ജയരാജൻ നൽകിയ റിസോർട്ടിൻ്റെ പേരിൽ ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും കണ്ണീർ വഴക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഇടതുപക്ഷ സഖാക്കളെ കോർമയിൽ കൊല്ലിക്കുമ്പോഴൊക്കെ താങ്കൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ചരിത്രവും ഹാഷ്മിക്ക് നന്നായിട്ട് അറിയാമല്ലോ. എങ്ങനെയാണ് 2012 മഞ്ഞാങ്കുഴി തിരുവനന്തപുരത്തെ ദേശാഭിമാനിയുടെ പ്രോപ്പർട്ടി വിറ്റ ഒരു ചരിത്രമുണ്ടല്ലോ. സ്വന്തം പാർട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റ ചരിത്രവും ആ പാർട്ടിയുടെ പ്രോപ്പർട്ടി 3.5 കോടി രൂപ ഇന്ന് ED ഇന്ന് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് വേറൊരു കേസിൽ. ആ കഥയും കൂടെ ഞാൻ പറയാം. ED അറ്റാച്ച് ചെയ്ത കേസ് അന്ന് വിറ്റത് വെറും 50 ലക്ഷത്തിനോ. അന്ന് തന്നെ ഉണ്ടായിരുന്നു അത് ഹെഡ് ഓഫീസിൽ 3 കോടി വാല്യുവേഷൻ ചെയ്താണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വാല്യുവേഷൻ പ്രോപ്പർട്ടി ഉള്ളത് നിങ്ങൾ മറിച്ച് വിറ്റപ്പോൾ ഈ വലിയ ആരോപണമോ അല്ലെ ഒരു വികാര പ്രകടനമോ ഒന്നും ഞാൻ കണ്ടില്ല. അതിനുശേഷം ഈ പറയുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയപ്പോഴും അതിൻ്റെ പേരിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോഴും അതിനുശേഷം അദ്ദേഹത്തെ പല പാർട്ടി പോസ്റ്റിലേക്കും മന്ത്രിയാക്കിയപ്പോഴും ഒന്നും ഈ വലിയ ആരോപണമോ താങ്കൾക്ക് വേദനിക്കുന്നത്? സർ, മൊറാഴക്കുന്ന് ഇടിച്ചു നിരത്തി അവിടെ ആന്തൂരെ സാജനുണ്ട്. ആന്തൂരെ സാജൻ എന്ന് പറയുന്ന ഒരു പാവം പ്രവാസി ആത്മഹത്യ എന്തിനാണ് അവിടെ മൂലയ്ക്ക് കനം പോരാ എന്നൊക്കെ പറഞ്ഞ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതാക്കി കെട്ടിത്തൂക്കിയാണ്, അല്ലെങ്കിൽ അവിടെ കൊലയ്ക്ക് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ കൊലയ്ക്ക് കൊടുത്ത അതേ നഗരസഭ ഈ പറയുന്ന ചട്ടലംഘനങ്ങൾ മൊത്തം കയ്യും കെട്ടി നോക്കി നിന്ന ഒരു ചരിത്രമൊക്കെ ഞാൻ പറയുമായിരുന്നു. അത് EP ജയരാജനും അദ്ദേഹത്തിൻ്റെ മകനും എതിരാണ്. താങ്കൾക്ക് എന്തിനാണ് വേദനിക്കുന്നത്? PR അനിൽകുമാർ പറയുന്നത് മനസ്സിലാക്കാം. എനിക്ക് വേദന താങ്കളുടെ മറവി രോഗത്തെ കുറിച്ചാണ് ഹാഷ്മി. താങ്കൾ ഈ പറയുമ്പോൾ ഇതിനു മുൻപേ സ്വന്തം പാർട്ടി പത്രം വിട്ടിട്ടുണ്ട്. താങ്കൾ എന്നോട് കയർക്കുന്ന അത് ഓർമ്മിക്കുന്നില്ലേ? താങ്കൾ PR ശിവശങ്കറിന് മറുപടി പറയാൻ ആവശ്യമായ കാര്യങ്ങൾ K അനിൽകുമാർ മല്ലക്കരിയും ഒരുപാട് പറഞ്ഞിട്ടും എന്റെ ഇൻട്രോയിൽ പിടിച്ച് K അനിൽകുമാർ കാണിക്കുന്ന അതേ അസ്വസ്ഥത താങ്കൾ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആ കെമിസ്ട്രി മനസ്സിലാവുന്നില്ല PR ശിവശങ്കർ. അതുകൊണ്ടാണ് അത്ഭുതത്തിൽ ഉണ്ടാകുന്ന ചോദ്യമാണിത്. എനിക്ക് ഒരു അസ്വസ്ഥതയുമില്ല താങ്കളുടെ മറവി രോഗത്തെക്കുറിച്ച്. ഞാൻ താങ്കളുടെ മറവി രോഗത്തെക്കുറിച്ച് പറയുകയും ഇത്തരം കാര്യങ്ങളാണ് CPM ചെയ്തിരുന്നത്. ഇതൊരു മഹത്തായ പാർട്ടിയൊന്നുമില്ല. സ്വന്തം പാർട്ടി പത്രം ഏതോ രഹസ്യമായി ഡാനിഷ് അലി എന്നുള്ള ആൾക്ക് വിട്ടു. ആ ആള് വീണ്ടും വേറൊരു ഫേക്ക് ആയിട്ടുള്ള മറ്റൊരാൾക്ക് മറിച്ച് വിറ്റു 3 ദിവസത്തിനകം ആ കമ്പനിയെ മാറിക്കൊടുത്തു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ പാർട്ടി വർഷാവർഷം ധാരാളം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൊറാഴക്കുന്നിൽ ആദ്യമായിട്ട് കാണിച്ച വലിയ ഒരു തെറ്റൊന്നുമല്ല EP ജയരാജൻ മാത്രം. EP ജയരാജനകത്ത് ബന്ധമുണ്ട് കേട്ടോ. ഇതെല്ലാം തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയുടെ കോർപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ടാണോ ആ വേദന? PR ശിവശങ്കർ, ഞാൻ മൊറാഴക്കെന്ന് പറയുമ്പോൾ എനിക്കൊരു വേദനയില്ല. നിങ്ങളത് അന്വേഷിച്ചോന്നേ. അത് അന്വേഷിച്ചോ? അതിനിപ്പോൾ എന്താ? ഞാൻ പറഞ്ഞോ അത് മേടിച്ചിട്ടില്ല എന്ന് വല്ലതും ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് താങ്കൾ ഇത് ചരിത്രത്തിൽ ആദ്യമായി EP ജയരാജൻ ചെയ്ത തെറ്റ് അതൊന്നുമല്ല. ഈ പാർട്ടി സ്ഥിരം തട്ടിപ്പാ. സ്ഥിരം ഇത്തരത്തിലുള്ള മറിച്ച് വിൽക്കലും തിരിച്ചു വിൽക്കലും. അത് ആർക്കാ വിറ്റത്, എന്തിനാ വിറ്റത്, ഇപ്പം എന്തിനാ ED അറ്റാച്ച് ചെയ്ത്, അത് മലബാർ സിമെന്റിലെ തട്ടിപ്പിന്റെ പണം കൈക്കൂലിയായിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്താണ്. ഇതെല്ലാം പകൽ പോലെ വ്യക്തമല്ലേ?
എന്നിട്ട് ഇത് വലിയ ഇത് LDF ആണ് ഇവിടെ CPM ഇങ്ങനെ ചെയ്യുന്നതിലാണ് അത്ഭുതം. ഇതൊന്നും ഒരു അത്ഭുതമല്ല. ഇത് നിങ്ങൾ കുറേ പത്രക്കാർ അവതാരകർ പകച്ചുണ്ടാക്കുന്ന CPMൻ്റെ പൊലിപ്പ്. ഇതിലപ്പുറം എന്താണ്? വെറും തട്ടിപ്പ് പാർട്ടി. ഇനി ആ കണക്ക് ഇനിയിപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വലിയ കാര്യം പറയുകയാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ബാക്കി ഞാൻ പറയാം കേട്ടോ. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എടുക്കണം. ഇലക്ട്രൽ ബോണ്ട് എടുത്ത പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കേണ്ടി വരും. ഇത് വീണ ബോണ്ടല്ലേ കൊടുക്കണേ? വീണക്കെതിരെ FIR ഇട്ടാൽ ഇപ്പൊ ആവശ്യം 2016 തുടങ്ങി ഇവരുടെ ബോണ്ടിങ് പരിപാടി. FIR ഇടുന്നു പറയാൻ ധൈര്യമുണ്ടോ PR ശിവശങ്കർ? FIR ഇട്ടാൽ 1 പവൻ സ്വർണം എന്ന് പറയുന്നത് സ്വർണം വാങ്ങൊന്നും വേണ്ട. പക്ഷേ ഈ അന്വേഷണം തുടങ്ങിയിട്ട് കാലം കുറേ കേട്ടോ. അനിലക്കരയുടെ പാർട്ടി അല്ല, ഒന്ന് ഞാൻ അനിലക്കര പാവം നല്ല മനുഷ്യനാണ്. നാള് കേസെങ്കിലും എടുക്കപ്പോഴാ അഴിമതിക്കും അതുപോലെ തന്നെ കേസ് എടുക്കപ്പെടാ. കോൺഗ്രസ് എത്ര നാൾ ഭരിച്ചു? അത്ര നാളും CPM ഒരു അഴിമതിയും കാണിച്ചില്ലേ? ഞാൻ അനിൽ പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ. പിന്നെ ഹാഷ്മിക്ക് ഇതൊരു എന്താ പറയാ, നിരന്തരമായ BJP ഏത് നേതാവിടെ ഹാഷ്മിയുടെ ഒരു ജന്മാവകാശം, അത് ഹാഷ്മിയുടെ ഒരു ജന്മാവകാശമാണ്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഇടപെടുക എന്നുള്ളത് അല്ല. പറഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്കറിയാം അനിലക്കരുടെ അത് ഉണ്ടാവില്ല എന്ന്. അനിലക്കര എനിക്ക് കടം മേടിക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. ഞാൻ അത് കാരണം അത് പറയുന്നത് അനിലക്കര അല്ല ഞാനത് ആവശ്യപ്പെടുന്നില്ല. അപ്പം അത് പോട്ടെ. അപ്പം ഇതുവരെ കോൺഗ്രസ് ഭരിച്ചിട്ട് കേസൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് വെറും ഇപ്പം CPM എന്താ പറയണേ? ബോണ്ട് ദുഃഖമാണുണ്ണി, ബക്കറ്റല്ലോ സുഖപ്രദം. ഇവർക്ക് ബക്കറ്റ് പിരിവിൻ്റെ കഥ അറിഞ്ഞൂടൂ. ഈ ബോണ്ട് ഒരു നിയമപരമായി ചിലപ്പോൾ അതിന് ചില അപാകതകൾ ഉണ്ടാക്കാം. അപാകതകൾ ഉണ്ടെങ്കിൽ അതിന് പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നു. അത് അരുൺ ജെയ്റ്റ്ലി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസംഗം ഒരു വർഷം കേൾക്കണം നിങ്ങൾ. അതായത് നിയമപരമായി ഇത് ആരാണോ ഡോണർ എന്നുള്ളതിന് വൈറ്റ് മണിയായിട്ട് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പൈസ വരുന്നു. അതിനേക്കാൾ നല്ല മാർഗമുണ്ടെങ്കിൽ നിങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നേ. നിങ്ങൾ അതിനുള്ള എന്തെങ്കിലും ചെയ്തോ? BJP അല്ലേ ഭരണത്തിൽ വന്നപ്പോൾ 2018 ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനേക്കാൾ തിരഞ്ഞെടുപ്പിൽ കള്ളപ്പണം നിയന്ത്രിക്കുവാനുള്ള മാർഗമുണ്ടെങ്കിൽ നിങ്ങളത് പറയേ. അല്ലാണ്ട് ഒരു സുതാര്യമായ മാർഗത്തെ തകർക്കുകയല്ല. പിന്നെ അടുത്തത് CPMൻ്റെ കാര്യം. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം പറയട്ടോ. CPM ഇപ്പോൾ പറഞ്ഞു തന്നത് 509 കോടി രൂപ DMK മേടിച്ചു സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത് നിന്ന്. കണക്കുകൾ വരികയാണ്. അതുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് നിങ്ങൾ കണക്കുകൾ മുഴുവൻ വന്നു കഴിഞ്ഞാൽ തലയിലും മുണ്ടിട്ട് ഓടേണ്ടി വരും എന്ന് അമിത്ഷാ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ വരികയാണ്. 509 കോടി രൂപ DMK വാങ്ങിച്ചു. ആ DMK 25 കോടി ഇവർ വാങ്ങിച്ചു. ചോദിച്ചെന്താ? ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്നില്ല പണം. അതായത് ഹാഷ്മി പണമെല്ലാം വാങ്ങിക്കും. ഞാൻ ഹാഷ്മി എന്നൊരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറയണേ. ഹാഷ്മി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കും. ഞാൻ പറയും ഇല്ല, ഞാൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനായിട്ട് ഹാഷ്മിയുടെ നിന്ന് പൈസ ഞാൻ വാങ്ങിക്കും. ഇതല്ലേ തട്ടിപ്പാണെങ്കിൽ? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് CPM വലിയ പാർട്ടിയാണ്, ഞങ്ങൾ അഴിമതി കാണിക്കില്ല, ഞങ്ങൾ EP ജയരാജനെ തള്ളിപ്പറയുന്നു, ഞങ്ങൾ ഒരു ഇലക്ട്രൽ ബോണ്ടും വാങ്ങിക്കില്ല, ഞങ്ങൾ കോർപ്പറേറ്റുകൾക്കെതിരാണ്. സകലമാന തട്ടിപ്പുകളും അതിൻ്റെ ഏറ്റവും മാതൃകാപരമായി നിയമത്തിൻ്റെ പഴുതുകളിൽ കൂടി ചെയ്യുന്ന പാർട്ടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നിട്ട് ഓരോ ക്യാപ്സുകൾ വാങ്ങിച്ചിട്ട് പിന്നെ ഇവർ കാണിച്ചിട്ട് ഇവർ കഴിഞ്ഞ വർഷം മേടിച്ചു കൂട്ടിയ അസറ്റുകളുടെ എണ്ണം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 100 കോടി രൂപയുടെ അസറ്റാണ് ഇവർ കൂട്ടിയേക്കണേ. 100 കോടി രൂപ. ആ CPI 1 കോടി രൂപ CPIക്ക് ഉണ്ടായിട്ടുള്ളൂ. 100 കോടിയുടെ 85 കോടി 98 ലക്ഷം അസറ്റ് വാങ്ങിച്ചു കൂട്ടിയവർ. എവിടെന്നാ പൈസ? 2 MP 3 MP മാരുണ്ട്. 2 BJP മേടിച്ച് കൂടിയ കൂടുതൽ. BJPക്ക് 303 MP മാരുണ്ട്. അത് 19 സംസ്ഥാനത്ത് ഞങ്ങൾക്ക് ഭരണമുണ്ട്, പ്രതിപക്ഷ കക്ഷികളുടെ. ഇവർക്ക് ആകെ ഈ കേരളം പോലുള്ളൊരു അത് തന്നെ കിട്ടാപ്പൊക്കില്ലാത്തൊരു സംസ്ഥാനത്ത് നിന്നിട്ട് എങ്ങനെയാണ് 100 കോടിയുടെ അസറ്റ് 2010-2021 വാങ്ങിച്ചു കൂട്ടിയത്? തെളിവുണ്ടാവോ? എവിടെ നിന്ന് വാങ്ങിച്ചു? ഇതെല്ലാം കള്ളപ്പണമല്ലേ? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലോ അതല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിൽ ഫണ്ട് വന്നിട്ടില്ല. നിങ്ങൾ ആകെ കൊടുത്തത് 6 കോടി രൂപയാണ് നിങ്ങളുടെ വരുമാനം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്തേക്കണത്. പിന്നെ എവിടെ നിന്ന് ഈ പണം വന്നേ? 100 കോടി 85 കോടി 90 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു? ചോദിക്കില്ല, ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഓപ്പൺ ആയിട്ട് സൈറ്റിൽ കിടക്കുന്ന ഡീറ്റെയിൽ അല്ലേ? ഇതൊന്നും കാണാണ്ട് അക്കരയ്ക്കും PR ശിവശങ്കർ യാതൊരു നിലപാടുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ 2 വാദങ്ങൾ നോക്കി. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷത്തിന് BJP ആയിട്ട് നേരിട്ട് കച്ചവടമാണ്. അതാണ് EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ നേരിട്ട് കച്ചവടം. അതാണ് ഇന്നത്തെ ആരോപണം. 3 ദിവസം മുമ്പത്തെ ആരോപണം എന്താണ്? പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് എത്തിക്കണമെങ്കിൽ നേരിട്ട് കച്ചവടമൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ബെഹ്റയുടെ ഇടനില വേണം. ഇതിലേതാ ശരി? ബെഹ്റയുടെ ഇടനിലയുടെ തെളിവിനെ കുറിച്ച് അനിലക്കരയോട് ചോദിക്കാവുന്ന ബഹുമാനപ്പെട്ട കാശ്മീർ എന്നോട് പറഞ്ഞായിരുന്നു. ചോദിക്കുന്നത് കേട്ടില്ല.
ചോദിച്ചാല് അനിലക്കരയ്ക്ക് പറയാനും പറ്റത്തില്ല. ഇനി അനിലക്കര ആരാ മോൻ? നേരത്തെ ഒരു ചർച്ചയിൽ അനിലക്കര ലൈഫ് മിഷനിൽ നിന്നും 1 കോടി രൂപ കൈക്കൂലിയായിട്ട് AC മൊയ്തീൻ കൈപ്പറ്റിയെന്ന് ഒരിക്കലും ചർച്ചയല്ല ചാനലിൽ കൂടെ പറഞ്ഞു, പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്. 1 കോടി രൂപ AC മൊയ്തീൻ കൈപ്പറ്റി. അത് കൈപ്പറ്റിയിട്ട് ഈ 6 മാസമായിട്ട് തെളിവുണ്ടോ? 2 കോടി തെളിവുണ്ടോ അതിന്? 2 5 കോടി പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ, തെളിവില്ലല്ലോ. അത് നിങ്ങൾ നാണം ഉണ്ടെങ്കിൽ ആ 2 കോടി ആരോപണം ഉന്നയിച്ചതിന്റെ ഒരു തെളിവ് ഇപ്പൊ പറ. തൃശൂർ കോടതി ഞാൻ പറയട്ടെ, നാണം ഇല്ലാത്തതുകൊണ്ട് പറയേണ്ടത്. കോടതിയിൽ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇടയ്ക്കിടപെടരുത്. നോ 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 ഇടയ്ക്കിടപെടരുത്. നോ 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 ഇടയ്ക്കിടപെടരുത് സാർ. എന്നോട് മാപ്പാക്കിത്ത. നിങ്ങൾക്ക് നാണം ഉണ്ടെങ്കിൽ പറയാനേ പറഞ്ഞുള്ളൂ. നാണം ഉണ്ടേ പറയാനേ പറഞ്ഞുള്ളൂ. നാണം ഇല്ലാത്തതുകൊണ്ട് പറയേണ്ടെന്ന്. നാണം ഉണ്ട് എന്ത് ചെയ്യണം? 2 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് 2 കൊല്ലായി, 6 മാസമായി. AC മൊയ്തീന്റെ 2 കോടി കൊണ്ടുപോയി തെളിവൊന്ന് ഇപ്പൊ ഹാജരാക്കുക. കോടതിയിലൊക്കെ കൊടുത്തു. കോടതി കൊടുത്താൽ കോടതിയിൽ നിന്ന് കോപ്പി എടുക്കാമല്ലോ. നിങ്ങൾ എന്തിനായി ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്നത്? അനിലക്കര അപ്പം സതീശന്റെ കള്ളത്തരത്തെ കുറിച്ച് അനിലക്കരോട് ചോദിച്ചാൽ മറുപടി കിട്ടുന്ന എങ്ങനെയാണ്? സതീശൻ ആരാ നുണ പറയുന്നത്? അതേ സതീശന്റെ ശിഷ്യനോ ഗുരുവാണോ അനിലക്കര? 2 കോടിയുടെ കള്ളത്തരാ പറഞ്ഞത്. ഇപ്പോഴും ഈ ചർച്ചയിലും അദ്ദേഹം പറയത്തില്ല. എന്നിട്ട് പിന്നെ മോതിരായിട്ട് നടക്കുക അദ്ദേഹം. ഇനി ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം പറയുക. നമ്മുടെ ന്യായയാത്രയിൽ LDF പങ്കെടുത്തില്ല, CPM പങ്കെടുത്തില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇല്ല. ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഇല്ലല്ലോ. കോൺഗ്രസ് ഉണ്ടോ ഇന്ത്യ മുന്നണിയിൽ? കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി ഒരു ദില്ലിയിൽ മുഖ്യമന്ത്രിയും MP-മാരും MLA-മാരും നടത്തിയ സമരത്തിൽ നിങ്ങൾ വരൂലേ? ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഇല്ല. ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് ഇല്ല. കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് ഇല്ല. കേരളത്തിന് വേണ്ടി ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും കാശ്മീരിലെ നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവും DMK-യും അടക്കം എല്ലാ പാർട്ടികളും അണിനിരന്നിട്ടും ഈ കേരളത്തിന് വേണ്ടി വരാൻ മനസ്സില്ലാത്ത വയനാട്ടിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു MP-ആണ് രാഹുൽ ഗാന്ധി. കേരളത്തിന് വേണ്ടി സമരം നടത്തിയപ്പോ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത രാഹുൽ ഗാന്ധിയെ ചുമന്നുകൊണ്ടെന്തിനാണ് നിങ്ങൾ വയനാട്ടിന് വരുന്നത്? അതാ ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് മലയാളിക്ക് വേണ്ടി 5 കൊല്ലം മിണ്ടാത്ത, മലയാളത്തിന് വേണ്ടി സംസാരിക്കാൻ വയ്യാത്ത ഒരു രാഹുൽ ഗാന്ധി ഒരു ജാഥ നടത്തിയിട്ട് ഞങ്ങളവിടെ പോയി ക്യൂ നിൽക്കണം. കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്നേ. ആ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്തൊരു ബദൽ വന്നാൽ ആ ബദലിനകത്ത് അടുത്ത മോദി വിരുദ്ധ BJP വിരുദ്ധ മുന്നണിക്ക് ഞങ്ങൾ കൈപൊക്കും. കാലുമാറാതെ കൈപൊക്കും. പത്മജയെ പോലെ പോകാതെ കൈപൊക്കും. അനിൽ ആന്റണിയെ പോലെ പോകാതെ കൈപൊക്കും. ഞങ്ങള് 63 MP-മാരുണ്ടായിട്ട് ഈ അനിൽ ആന്റണി ചെയ്ത പോലെ ചെയ്തില്ല. AK ആന്റണി മന്ത്രിയായിട്ട് അവിടെ ഇരുന്നേ, പ്രതിരോധ മന്ത്രി. അനിൽ ആന്റണിയുടെ മാനസികാവസ്ഥയായിരുന്നെങ്കിൽ ഞങ്ങളുടെ MP-മാർ 63 എണ്ണം ഞങ്ങൾ എന്തെങ്കിലും ഒരു കടിചായ വാങ്ങിച്ചു കൊടുത്തോ 2004-ൽ? അതുകൊണ്ട് ഇത്തവണ പറയുന്നത് മലയാളിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഇടതുപക്ഷത്തെയാണ്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന LDF-നായിരിക്കും. അത് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടുകഥ പറയും. എന്നിട്ടോ ഇന്നത്തെ ഏറ്റവും വലിയ വിശുദ്ധൻ ആരാണ്? വിശുദ്ധൻ BJP-ക്കാര്. ഏത് BJP? ഇലക്ട്രൽ ബോണ്ട് നിയമപരം. എന്ത് നിയമം? ഒരു കമ്പനിക്ക് ആകെ ലാഭം എന്ന് പറയുന്നത് 10 കോടി. അവര് നരേന്ദ്രമോദിക്ക് കൊടുത്തിരിക്കുന്ന അവല എത്ര കോടി രൂപയുടെ അവല കൊടുത്തിരിക്കുന്നത്? 650 കോടി രൂപയുടെ അവല കൊടുത്തിരിക്കുന്നത്. അവലെന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് 650 കോടി. സാന്തിയാഗോ മാർട്ടിൻ ED റെയ്ഡ് ചെയ്തു, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു. ED റെയ്ഡ് ചെയ്തിട്ട് 1363 കോടി രൂപയുടെ അഴിമതിയാണ്. അല്ലെങ്കിൽ ED റെയ്ഡ് ചെയ്തതിന്റെ പിറ്റേന്ന് 1363 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിച്ചവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത് BJP. ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത് സാന്തിയാഗോ മാർട്ടിന്റെ നാണമില്ലേ? എന്നിട്ട് ഇവിടെ പറയുന്നു സ്വർണത്തിന് നികുതി വെക്കാമോ? സ്വർണത്തിന് നികുതി വെക്കാത്തത് നിർമ്മലാ സീതാരാമനാ. GST കൗൺസിലിൽ കേരളം ആവശ്യപ്പെട്ടു, ബാലഗോപാല് സ്വർണത്തിന് EWA ബില്ല് ഏർപ്പെടുത്തുവോ? സ്വർണത്തിന് EWA ബില്ല് പാടില്ല എന്ന് നിർമ്മലാ സീതാരാമനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്വർണ്ണ കച്ചവടക്കാർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് കിടക്കുന്ന BJP-യാ. ആ BJP-യാണ് ഇന്ത്യ മുഴുവൻ അഴിമതി നടത്തുകയും തൊണ്ടി സഹിതം പിടിക്കപ്പെടുകയും കോടികളുടെ അഴിമതി. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര കോടിയാണ് വാങ്ങിച്ചത്? ഏത് വാക്സിൻ എടുക്കുന്നവന്റെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങിച്ചതിന് എത്ര കോടിയാണ് നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചത്? 50 കോടി. മേഘ എഞ്ചിനീയറിംഗ് നിങ്ങൾ എത്ര കോടിയാണ് വാങ്ങിച്ചത്? കരാറുകാരുടെ നിന്നും, ദേശീയപാത കരാറുകാരുടെ നിന്നും. അവരെ കരിമ്പട്ടികപ്പെടുത്തി കഴിഞ്ഞാൽ ഇരട്ടി കാശ്. ഇന്ത്യ മുഴുവൻ ഇൻകം ടാക്സുകാരെ പറഞ്ഞു വിട്ടിട്ടും ED-യെ പറഞ്ഞു വിട്ടിട്ടും ആളുകളെ വരട്ടെ കാശ് വാങ്ങിക്കുന്ന പരിപാടിയുടെ എന്താ പേര് പറയുന്നത്? RSS പറഞ്ഞിരിക്കുകയാണ്.
ഞങ്ങളാണിത് കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട് RSS നടത്തിയ പരീക്ഷണമാണ്. കുറെ കൂടെ നല്ല പരീക്ഷണം വേറെ നടത്തും. RSS പറഞ്ഞിരിക്കുകയാണ്. RSSനെ ഈ പരീക്ഷണം നടത്താൻ ആരെങ്കിലും ഏൽപ്പിച്ചോ? സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞതിന് ശേഷം പറയലാണ് അനിൽകുമാർ. ഞാൻ ചോദിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഒരു മുതലാളിയും ചുമ്മാ പൈസ ഇറക്കില്ല എന്ന് സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്തതിനു ശേഷം പറയലാണ് പരീക്ഷണമാണെന്നല്ലേ? മാത്രമല്ല RSS ഈ പണം അല്ലാതെ എത്രയോ പണം വേറെ വിളിക്കുന്നുണ്ട്. RSS പ്രവർത്തിക്കുന്നതിന് പണം എവിടുന്നാ വരുന്നത്? ഉണ്ട്. ഹാഷ്മിക്ക് വേറൊരു ചോദ്യം ചോദിക്കുക. ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുക. BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുക. നിങ്ങൾ ദേശാഭിമാനിയെ കുറിച്ച് കള്ളം പറഞ്ഞല്ലോ. ഞങ്ങളുടെ പത്രത്തിന് തിരുവനന്തപുരത്ത് ഒരു ആഫീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കെട്ടുള്ള സ്ഥലം കൂടെ വിറ്റിട്ട് അതിനേക്കാൾ വലിയ കെട്ടിട സ്ഥലം കൂടെ അവിടെ തന്നെ വാങ്ങിച്ചു. നമ്മുടെ തമ്പാനൂര് തന്നെ വാങ്ങിച്ചു. ഒന്ന് വിറ്റിട്ട് വേറൊന്ന് വാങ്ങിക്കുന്ന അഴിമതിയാണോ? ഒന്ന് വിറ്റത് ഞങ്ങൾ അക്കൗണ്ടിൽ കൂടി പണം കൊടുത്തിട്ടല്ലേ, പണം വാങ്ങിയിട്ടല്ലേ. ഞങ്ങൾ വിറ്റപ്പോ പത്രപരസ്യം കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യത്തിന് വില തന്നവരോട് ഞങ്ങൾ വിൽക്കും. ഏറ്റവും കുറഞ്ഞ പൈസ ഏറ്റവും കൂടുതൽ പൈസ തന്നവർക്ക് ദേശാഭിമാനിയുടെ എത്ര കൂടെ അത് കിട്ടി. അത് രേഖയിലുണ്ട്, ആധാരത്തിന്റെ രേഖയിലുണ്ട്. അതിനെക്കുറിച്ച് ചാനൽ ചർച്ച പറയണ്ടല്ലോ. എനിക്ക് കണക്കറിയത്തില്ല. ഞങ്ങൾ പത്രപരസ്യം കൊടുത്ത് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിൽക്കുകയും അതിന്റെ കണക്ക് ആധാരത്തിലുണ്ടല്ലോ. എത്രയാണേലും കുഴപ്പമില്ല. ആ കണക്ക് വരികയും അതിനേക്കാൾ വലിയ കെട്ടിടം അവിടെ ഞങ്ങൾ പണിയുകയും ചെയ്തു ദേശാഭിമാനി. നിങ്ങൾക്ക് എന്തായാലും വിഷമം? അതുകൊണ്ട് ദേശാഭിമാനിക്കെതിരെ ഒന്നും നിങ്ങൾ കള്ളം പറയണ്ട. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. CPM തുടക്കം മുതൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിൽ പങ്കില്ല. ഇനി ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ അക്കര ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? വീണ വിജയന്റെ പേരിൽ കേസ് എടുക്കുമോ? നല്ല ചോദ്യം. FIR എടുക്കുമോ? ഹാഷ്മി ഇത് ഏറ്റവും ചോദിച്ചു. ഞാൻ ഹാഷ്മിയോട് ഇൻകം ടാക്സ് ആക്ടിന്റെ 245I എന്നൊരു വകുപ്പുണ്ട്, വായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താ 245 പറയുന്നത്? ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കിയ കടലാസ് വെച്ച് ഇന്ത്യ രാജ്യത്തെ ഒരു കോടതിയിലും ഒരു വ്യവഹാരവും നിൽക്കത്തില്ല. ശരി മാസപ്പള്ളിയിൽ നമുക്ക് സമയമില്ല. മതിയായ സമയം എടുത്ത് പറഞ്ഞു. ഇല്ല മതിയായ സമയം എടുത്ത് പറഞ്ഞത്. ഇപ്പൊ അവിടെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഒറ്റ മിനിറ്റ് പറഞ്ഞു പൂർത്തിയാക്കും. താങ്കൾ മതിയായ സമയം എടുത്ത് പറഞ്ഞു പൂർത്തിയാക്കൂ. ഒറ്റ വാക്കൂടെ. വീണ വിജയന്റെ പേരിൽ FIR എടുക്കാൻ പറ്റാത്തത് ഏതെങ്കിലും തരത്തിൽ LDFും BJP ആയിട്ടുള്ള കൂട്ടുകച്ചവടം കൊണ്ടല്ല. ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? നിയമം അതിന്റെ അകത്തുണ്ട്. ശരി ഓക്കെ. ചാനലക്കര താങ്കളെ കുറിച്ച് പറഞ്ഞതിനടക്കം മറുപടി. അല്ല, ശ്രീ അനിൽകുമാർ ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ നമ്മൾ ഈ ചാനലിൽ 4 പേരാണ് ചർച്ചയ്ക്കിരിക്കുന്നത്. വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കാറില്ല. സ്ഥിരമായി ഈ അനിൽകുമാറിൻ്റെ ഒരു ശൈലിയാണ്. ഒരു മാന്യതയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ചർച്ച നടത്താറ്. നമ്മുടെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ടാണ് ആ രീതിയിലൊന്നും നമ്മൾ സംസാരിക്കാത്തത്. അദ്ദേഹം ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് AC മൊയ്തീനെതിരെ ആരോപണം വിഷയം പറഞ്ഞു. അദ്ദേഹത്തിന് മറവിക്കുറവുകൊണ്ടാണെന്ന് അറിയില്ല, 1 കോടിയാണ് പറഞ്ഞത്. ഞാൻ 2 കോടിയുടെ ആരോപണമാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്ത പരാതി CBIയുടെ അന്വേഷണത്തിലിരിക്കുകയാണ്. ആ കേസ് അന്വേഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തത് ഗവൺമെൻറ്റാണ്. അതിനുശേഷം അത് സുപ്രീം കോടതിയിൽ പോയി അവിടെ ഇരിക്കുകയാണ്. അവരെന്നെ അന്വേഷണത്തെ തടുക്കാൻ ശ്രമിക്കുകയാണ്. എനിക്കെതിരായി AC മൊയ്തീൻ മാനനഷ്ട കേസ് തൃശ്ശൂർ കോടതിയിൽ കൊടുത്തു. 1 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് കൊടുത്തത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്തു. ഇപ്പോൾ ആ കേസ് എന്തുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്? ആ മാനനഷ്ട കേസ് 1 കോടി എന്നുള്ളത് മാറ്റി 10 ലക്ഷമാക്കി അദ്ദേഹം ചുരുക്കി. അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ആഷ്മിക്ക് മനസ്സിലായല്ലോ. ഞാൻ കൂടുതൽ അതിലേക്ക് കടന്നു പോകുന്നില്ല. പിന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൽ അദ്ദേഹം അങ്ങനെ പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം കൃത്യമായ ആരോപണം പറഞ്ഞു. ആ ആരോപണത്തിന് മറുപടി ലോക്നാഥ് ബെഹ്റയ്ക്കെതിരായും പത്മജയ്ക്കെതിരായുള്ള ആരോപണത്തിന് മറുപടി അത് എന്തിനാണ് ഇവരെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ആ മറുപടി പറയേണ്ടത് പത്മജയാണ്. പത്മജയ്ക്ക് അതിനകത്ത് മാനനഷ്ടമുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ. എന്തിനാണ് ഇവർ വക്കാലത്തുമായി വരുന്നത്? അപ്പോൾ അത് വളരെ ക്ലിയറാണ്. അത് ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾക്ക് കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് അറിയാം. നന്ദകുമാറിൻ്റെ ദള്ളാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അഭിഭാഷ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാലോ. ആ ചേച്ചി ഇന്ന് പോയതല്ലോ, കുറേ കാലമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് എന്താണ്? 3 വർഷമായി ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതിന് കൃത്യമായി കൊല്ലത്തോട് സഖാവ് പറഞ്ഞു പത്മജ പോയി, അത്രയേ ഉള്ളൂ. അതേക്കാൾ കൂടുതലായ വിഷയം ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഇതിനകത്തൊരു ഗുരുതരമായ വിഷയം എന്താണ്? സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഒരു IPS റാങ്ക് ഉദ്യോഗസ്ഥൻ ഇതിന് BJPക്ക് ഇടനിലക്കാരായി നിൽക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഈ കേസിൽ മാത്രമല്ല, ലവ് മിഷൻ കേസിലാണെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണെങ്കിലും ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസിൽ CBIയുമായി ബന്ധപ്പെട്ട പാലം
BJP-യുമായി ബന്ധപ്പെട്ട പാലം കുറേ കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ BJP CPM ബാന്ധവം എന്ന് ഞങ്ങൾ പറയുന്നത് ആ ബാന്ധവത്തെ ഏറ്റവും നന്നായ രീതിയിൽ എങ്ങനെ CPM-ന് BJP-യുടെ വോട്ട് കിട്ടാൻ കഴിയും, BJP-ക്ക് CPM-ന്റെ വോട്ട് കിട്ടാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ഡയലോഗല്ല ഇ പി ജയരാജൻ CPM-ന് അനുകൂലമായിട്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, BJP-ക്ക് അനുകൂലമായിട്ടാണ് കൃത്യമായി ഇ പി ജയരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനിൽകുമാർ എന്താണ് പറഞ്ഞത്? ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ UDF ആണ് ഇന്ത്യ മുന്നണിയുടെ പകർപ്പെന്ന് പറയുന്നത്. LDF-നകത്ത് 2 കക്ഷികളെ എടുക്കാം. NCP എന്ന് പറയുന്ന ഔദ്യോഗികമായ പാർട്ടി അജിത് പവാറിന്റെ പാർട്ടിയാണ്. ആ പാർട്ടി NDA മുന്നണിയിലാണ്. ദേഗൌഡയുടെ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി NDA മുന്നണിയിലാണ്. എന്ന് വെച്ചാൽ NDA മുന്നണിയിലുള്ള 2 കക്ഷികൾ LDF-ൽ തുടരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറയാൻ കഴിയുന്നത്? രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്? ലോകസഭയിൽ ഇത്രയേറെ കേരളത്തിന് വേണ്ടി സംസാരിച്ച കേരളത്തിലെ മറ്റ് MP-മാരോടൊപ്പം തന്നെ, ഞാൻ ഒരു MP-യെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാ MP-മാരോടൊപ്പം തന്നെ കേരളത്തിന് വേണ്ടി വാദിച്ച MP-യാണ് രാഹുൽ ഗാന്ധി. പ്രളയമുണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകമായ പരിഗണന ഈ കേരളത്തിന് കിട്ടിയത് നമുക്ക് മറക്കാൻ കഴിയുമോ? ഇവരെന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഭയപ്പെടുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ എന്തുകൊണ്ടാണ് ഇവർ വരാതിരിക്കുന്നത്? അവർക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ കഴിയില്ല. ഇവർ NDA-യുടെ ഭാഗമായിട്ടാണ്. രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുകയാണ്. മധുരയിലെ ഇവിടെ സ്ഥാനാർത്ഥി വെങ്കടേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇ പി ജയരാജന്റെയും സീതാറാം യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിന്റെയും വൃന്ദ കാരാട്ടിന്റെയും പടം വെച്ചാണോ വോട്ട് അഭ്യർത്ഥിക്കുന്നത്? അവിടെ ബഹുമാനായ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ച് പ്രചരണം നടത്തുന്നത് ആരാണ്? CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്, S വെങ്കടേഷാണ് മധുരയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് വോട്ട് പിടിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഇവർ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഈ CPM കേരളത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നരേന്ദ്രമോദിയുടെ പടം വെച്ച് വോട്ട് പിടിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ CPM മാറി എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും കുമ്പിട്ട് നിൽക്കുന്ന പടം വെച്ച് വോട്ട് പിടിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ CPM മാറി. BJP CPM ബാന്ധവമാണ് കേരളത്തിൽ നടക്കുന്നത്. ശരി, PR ശിവശങ്കർ അതിന് മറുപടി. അതോടൊപ്പം തന്നെ താങ്കൾ നേരത്തെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പരിഹസിക്കുന്നു കണ്ടു. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആ സമയത്ത് ചർച്ചയ്ക്ക് ആളെ ഞങ്ങൾ വിടുന്നില്ല എന്ന് പറഞ്ഞ് ശബ്ദം നഷ്ടപ്പെട്ടൊരു പാർട്ടിയുണ്ട്, താങ്കളുടെ പാർട്ടിയാണ് PR ശിവശങ്കർ. പറഞ്ഞോളൂ. അല്ല, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ അതിനുശേഷം ചർച്ചയ്ക്ക് വന്നിരുന്നു. ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു ദിവസമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അത് പഠിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കട്ടെ. നമുക്ക് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വേണമെങ്കിൽ നാളെ ചർച്ചയ്ക്ക് വിളിച്ചോളൂ, ഞാൻ തന്നെ വരാം. ജോർജ് വിജയൻ സമ്മതിക്കുവാണെങ്കിൽ, അതല്ലെങ്കിൽ വേറെ ആൾക്കാർ വരും. ഈ മധുര വെങ്കടേശ്വരൻ്റെ പോസ്റ്റ് ഞാൻ പറയാൻ നിൽക്കായിരുന്നു, ഞാൻ ഹാഷ്മിക്ക് അയച്ചേക്കായിരുന്നു. ഇത് കേട്ടാത്തതും ഇവർ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒരുമിച്ച് ഇവർ ഹോൾസെയിൽ ഡീലാണ്. ഇവിടെ ആര് ജയിച്ചു കഴിഞ്ഞാലും CPM ജയിച്ചാൽ ഹോൾസെയിലായിട്ട് അപ്പുറത്തുകൊണ്ടേ കച്ചവടം നടത്തും. പിന്നെ ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. ഞാൻ 2 ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒന്ന്, CPM-ന്റെ സ്ഥലം വിറ്റു എന്നുള്ളതിൻ്റെ, പാർട്ടി പത്രം വിറ്റു എന്നുള്ളതിൻ്റെ. 50 കോടി രൂപയ്ക്കാണ് വിറ്റത്. അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയാമെന്നുള്ള വലിയ ചർച്ച നടന്നതാണ്. 2012 50 ലക്ഷം രൂപയ്ക്ക് വിറ്റ സ്ഥലം 2016 ED അറ്റാച്ച് ചെയ്തതിന് ശേഷം വാല്യൂ ചെയ്തപ്പോൾ സർക്കാർ വാല്യുവേഷൻ 3.5 കോടി രൂപ വാല്യൂ ചെയ്തേക്കണേ. അന്ന് തന്നെ പറഞ്ഞിരുന്നത് 3 കോടിയുടെ വിലയുടെ. ഇതൊന്നും അദ്ദേഹം അറിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ 10 ഇരട്ടി വലിയ സ്ഥലം വാങ്ങിച്ചു എന്ന്. അതാണ് കംപ്ലൈൻറ്റ്. അത് ഡാനിഷ് അലി എന്നുള്ള ആളുടെ പേരിൽ ഈ സാധനം വാങ്ങിച്ചിട്ട് 4ാമത്തെ ദിവസം ആ കമ്പനിയുടെ ചെയർമാൻ വേറെ ആളായോ? അത് മലബാർ സിമെൻറ്റിൻ്റെ അഴിമതി പണമാണെന്ന് അന്ന് തന്നെ കഥ പുറത്തു വന്നിരുന്നോ? ആ കഥ പുറത്തു വന്ന ശേഷമല്ലേ നിങ്ങൾ കൂടുതൽ പണം വെച്ചുകൊണ്ട് വലിയ ദേശാഭിമാനിയുടെ ബിൽഡിംഗ് വാങ്ങിച്ചത്? ഇതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് CPM-ന്റെ അസറ്റ് കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 85 കോടി രൂപ അഡീഷണൽ കൂടിയെന്ന്. അത് നിങ്ങൾ സാധൂകരിക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾ അസറ്റ് വാങ്ങിച്ചു കൂട്ടുകയെന്നേ, ബോണ്ടല്ല. നിങ്ങൾ നേരിട്ട് കള്ളപ്പണം വാങ്ങിച്ചു. അതല്ലേ പറഞ്ഞ ബക്കറ്റല്ലോ സുഖപ്രദം. നിങ്ങൾ കള്ളപ്പണം വാങ്ങിച്ച് സ്ഥലം മേടിച്ചു കൂട്ടുകയാണ്, അസറ്റ് ഉണ്ടാക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള തട്ടിപ്പ്. യഥാർത്ഥത്തിലുള്ള കോർപ്പറേറ്റ് വെച്ചാൽ നിങ്ങളാണ്. യഥാർത്ഥത്തിലുള്ള മുതലാളിത്തം നിങ്ങളാണ്. നിങ്ങൾ സ്വത്ത് വാരിക്കൂട്ടുകയാണ്. ഇപ്പം കഴിഞ്ഞ വർഷം CPM-ന്റെ ആസ്തി എത്രയായിരുന്നു? 2020-21 നിങ്ങൾ തന്നെ കൊടുത്ത കണക്ക് പ്രകാരം 654.750 കോടി ഒരൊറ്റ സംസ്ഥാനത്തിൽ അധികാരത്തിലുള്ള പാർട്ടിയുടെ ഉണ്ടോ? എന്നിട്ട് 2021 നിങ്ങൾക്ക് എത്ര? 21-22 735.77 കോടി. എത്ര വരുമാനം, എത്ര കൂടിയേക്കണേ? അപ്പോൾ ഇതെവിടെ നിന്നാണ് കൂടുന്നത്? ഇലക്ട്രൽ ബോണ്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് ആകെ 6 കോടിയെ വരുമാനമേ വന്നിട്ടുള്ളൂ.
നിങ്ങൾ അതും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെ നിന്ന് ഈ പറയുന്ന 100 കോടിയുടെ സ്വത്ത് വരുന്നത്? നിങ്ങളൊക്കെ വായുവർഷം കഴിച്ചിട്ടാണ്. നിങ്ങൾ തന്നെ പരിപ്പുവടല്ല ഞങ്ങൾ തിന്നണേ, ചായയും പരിപ്പുവടൊക്കെ കാലം കഴിഞ്ഞു. ഇത് കണക്കങ്ങ് യോജിക്കുന്നില്ലല്ലേ? ഒരു സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന രീതി പറയണ്ടേ? എന്നിട്ട് വെറുതെ BJP മുതലാളിത്തം, ഫാസിസം, ഭരണഘടനാ വിരുദ്ധം, അതല്ലെങ്കിൽ നിങ്ങളും ഹാഷ്മിയും കൂടെ ചർച്ച ചെയ്തിട്ട് ഇലക്ട്രൽ ബോണ്ടിന് പകരമുള്ള ഒരു പുതിയ സംവിധാനം കൊണ്ടുപോകാം. ബക്കറ്റ് അല്ലാണ്ട് കേട്ടോ, നിങ്ങൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് ചുവന്ന ബക്കറ്റാണ് ഇലക്ട്രൽ ബോണ്ടിന് പകരമുള്ള സാധനം, അല്ലെങ്കിൽ വീണ വിജയൻ്റെ ഏതെങ്കിലും അക്കൗണ്ടാണെന്ന് പറഞ്ഞു കളഞ്ഞേക്കരുത്, അതിനെക്കുറിച്ച് ചർച്ചയ്ക്കും വിളിച്ചേക്കരുത്. ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക്, സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് തോന്നും ഒന്നല്ലെങ്കിൽ മാനസികമായി ഈ പാർട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കണക്ക് ഒന്നും പറഞ്ഞുകൂടാ. ഇത് രണ്ടുമല്ല, നിങ്ങൾ കൃത്യമായിട്ട് കണക്ക് എഴുതുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതിന് ലിസ്റ്റ് കയറുന്നുണ്ട്, പക്ഷേ ഇത് തമ്മിൽ ചേരുന്നില്ല. നിങ്ങളുടെ വർത്താനം തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് കെട്ടിടം വാങ്ങിച്ചതിൻ്റെയും ഇതേപോലത്തെ കണക്കുകൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ DMKയുടെ നിന്ന് ഈ സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടി മേടിച്ചതിന് EP ജയരാജനെ പണ്ട് പുറത്താക്കി. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ 509 കോടി രൂപയാണ്. നേരത്തെ പറഞ്ഞ 140 കോടി BJP ആണോ മേടിച്ചത്? 550 കോടി മേടിച്ചത് DMK അല്ലേ? DMKന്ന് നിങ്ങൾ വാങ്ങിച്ചല്ലേ 25 കോടി. അപ്പം നിങ്ങളും സാന്റിയാഗോ മാർട്ടിനല്ലേ ബന്ധം? നിങ്ങളല്ലേ പണ്ടേ ഒറ്റ ചങ്ങാതിമാർ? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം ഇംഗ്ലീഷ് പേപ്പറിലൊക്കെ വരുന്നുണ്ട്. കേരളത്തിലെ പത്രങ്ങൾക്ക് മൗനമാണ്. ഹാഷ്മിക്ക് അത് കാണില്ല, ഹാഷ്മിക്ക് അത് കണ്ടാൽ മനസ്സിലാവുകയില്ല. ശ്രീകുമാറിലേക്ക് മറുപടിക്ക് എത്താം. അതിന് ശ്രീ PR ശിവശങ്കർ താങ്കൾ പറഞ്ഞു വന്ന് പൂർത്തിയാക്കും. ഞാൻ അതിന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇടവേളയിലേക്ക് പോയത് എന്തോ ഹാഷ്മിക്ക് മറവി രോഗം. PR ശിവശങ്കർ. അല്ല, ഞാൻ പറഞ്ഞു വന്നിരുന്ന 3 കാര്യത്തിൽ അങ്ങേക്കും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. 2012 ഈ തെറ്റാണെന്ന് പറയാൻ, അതായത് ദേശാഭിമാനിയുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ അങ്ങും മറന്നു, അതേപോലെ തന്നെ വില പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞില്ല. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഞങ്ങളിലേക്ക് ഇടപെടുന്നതാണ്, എന്നെ അനിലിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതാണ്, അനിലിൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. 2 DMKയുടെ വിഷയത്തിലുള്ള മറവി, സാന്റിയാഗോ മാർട്ടിൻ 550 കോടിയാണെന്നുള്ളത് എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു. താങ്കൾക്കത് തിരുത്താൻ സമയം കിട്ടിയില്ല, അനിൽകുമാർ ആവാജ് ഉപയോഗിച്ചപ്പോൾ. 3ാമത്തെ കാര്യം, CPMൻ്റെ കാര്യത്തിൽ അസറ്റിൽ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് CPMനാണ്. CPIക്ക് 1 കോടി രൂപ മാത്രം വർധനവുണ്ട്. അപ്പോൾ CPMന് ഏതാണ്ട് 85.790 ലക്ഷം കോടി രൂപ വരുമാനം വർധനവുണ്ടെങ്കിൽ അത് ബക്കറ്റ് പിരിവിന്റെയാണ്, ബോണ്ടിലൂടെ വരുമാനമില്ല. ല്ലേ ഈ പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ടിലല്ല വീണ ബോണ്ടിലാണ് താല്പര്യം എന്നുള്ളത്. 6986 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിലൂടെ BJP ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അത് ഭൂരിഭാഗവും അഴിമതി പണമാണ്. ഷെൽ കമ്പനികളിൽ നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അംബാനിയുടെ അദാനിയുടെ കള്ള കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ പുറത്തു വരും, നമുക്ക് വഴിയേ കാണാം. രണ്ടാമത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് കൊടുത്ത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിഴയടിക്കും. നിങ്ങൾ 25 കോടി കോൺഗ്രസ് പാർട്ടിക്ക് 251 കോടി രൂപ പിഴയടിക്കും. CPM ഞാൻ പറഞ്ഞു കഴിയട്ടെ, CPMന് പിഴയില്ല. അതിന് കാരണം എന്താണ്? CPM കൊടുത്ത കണക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബാല്യക്കാരനാണോ BJPയുടെ വക്താവ്? നിങ്ങളുടെ ആഫീസോ നിങ്ങൾ ഇതിന് കണക്ക് പറയണോ? നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് CPM കണക്ക് കൊടുത്തു, ഇലക്ഷൻ കമ്മീഷൻ കണക്ക് കൊടുത്തു. ആ കണക്ക് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കണക്ക് ബോധ്യപ്പെടുത്തണോ? വേറെ പണി നോക്ക്. പിന്നെ ആരാ വേണ്ടത്? പിന്നെ ആരാ ബോധ്യപ്പെടുത്തേണ്ടത്? ഇലക്ഷൻ കമ്മീഷനെയും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് CPM കണക്ക് ബോധ്യപ്പെടുത്തുകയും ഇതുവരെ ഒരു തർക്കവും പറയാത്തടത്ത് പിന്നെ BJPക്കാർക്ക് എന്താ ഇതിനകത്ത് വിഷമം? ഇനി അദ്ദേഹം പറഞ്ഞല്ലോ, എന്താ ഞങ്ങള് വലിയ കെട്ടിടം പണിയുമല്ലോ, ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വിറ്റത്. വിറ്റ് കഴിഞ്ഞ് കെട്ടിടം വാങ്ങിയത് അക്കൗണ്ട് വഴിയല്ലേ? ദേശാഭിമാനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ ദേശാഭിമാനി അവമാനിക്കാൻ എന്തെല്ലാം പറഞ്ഞു? ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കണക്കിൽ സംശയമുണ്ട്. ഇല്ലാത്ത കാര്യമൊന്നും ഒരു ചാനൽ ചർച്ച വന്ന് പറയരുത്. നിങ്ങൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉടുതുനും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദേശാഭിമാനിക്കെതിരെ നുണ പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി കോൺഗ്രസ് പ്രതിനിധിയുടെ ന്യായമാണ് എനിക്ക് അത്ഭുതകരമായത്. അല്ലല്ല, ഞാൻ പറയട്ടെ, കോൺഗ്രസ് പ്രതിനിധിയുടെ ന്യായമാണ് എനിക്ക് അത്ഭുതപ്പെടാത്തത്. അത്ഭുതം എന്താണെന്നറിയോ? 2 കോടി രൂപയുടെ അഴിമതി ആരോപണം AC മൊയ്തീന്റെ പേരിൽ ഞാൻ പറഞ്ഞു, കേസ് കൊടുത്തിട്ടുണ്ട്. എന്റെ ചോദ്യം അതല്ല, നിങ്ങൾ മാന്യതയുള്ള രാഷ്ട്രീയ നേതാവാണ്, ചെയ്യേണ്ട കാര്യം എന്താണ്? ആ അഴിമതി നടത്തിയതിന് തെളിവ് പുറത്തുവിടുക. നിങ്ങൾ എന്തിനാ കോടതി കാത്തിരിക്കുന്നത്? അതുപോലെ തന്നെ ചോദിക്കുന്നു സതീശൻ. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഇരിക്കേണ്ടി വരും. പുതിയ കണക്കുകൾ പുറത്തേക്ക് നമുക്ക് വീണ്ടും ഇരിക്കാം. എന്തായാലും ഇത് ഇലക്ഷൻ കാലമാണ്, എല്ലാ ദിവസവും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി.